ഹൗ ടു റൈറ്റ് മെഷർമെന്റ് MB എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് എംബുക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സെക്ഷനെ 2-3 ഭാഗങ്ങളായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ് എംബുക്ക്, 1. 2, എംബുക്കിൽ കൊണ്ടുള്ള പർപ്പസ് എന്താണ്, എങ്ങനെയാണ് ഒരു എൻട്രി എംബുക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നോർമൽ എൻട്രിയിലപ്പുറം എന്തെങ്കിലും സ്പെഷ്യൽ കേസ് വരുമ്പോൾ സ്പെഷ്യൽ കേസ് ആയിട്ടുള്ള ചില എൻട്രികൾ എങ്ങനെ കൈകാര്യം ചെയ്യാം. ഇങ്ങനെ രീതിയിലുള്ള ഒരു 4 ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. പരമാവധി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. സമയം വളരെ കുറവാണ്, എങ്കിലും ഞാൻ നേരെ തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ. ഈ സ്ലൈഡ്സ് വിസിബിൾ ആണല്ലോ അല്ലേ? ഹലോ, എല്ലാവർക്കും വിസിബിൾ ആണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങാം. മെഷർമെന്റ് ബുക്ക് എന്താണ്? മെഷർമെന്റ് ബുക്ക് എന്ന് MB എന്ന് പറയണമെങ്കിൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റെക്കോർഡാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എഞ്ചിനീയറിംഗിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കോർഡാണ് മെഷർമെന്റ് ബുക്ക്. അതിൽ നമ്മുടെ ഒരു കോൺട്രാക്ടർ അയാളുടെ വർക്കോ അതുപോലത്തെ എന്തെങ്കിലും സർവീസോ ഗുഡ്സോ ഒക്കെ തന്നെ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് മെഷർമെന്റ് ബുക്ക്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആ രീതി തന്നെ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അടുത്തത് പർപ്പസ് ഓഫ് മെഷർമെന്റ് ബുക്ക്. നമ്മളിപ്പോൾ ഈ ഒരു കോൺട്രാക്ടർ ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നു. എന്തിനാണ് മെഷർമെന്റ് എടുക്കുന്നത്? ആ കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കൊടുക്കാൻ, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെഷർമെന്റ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന മെഷർമെന്റിന് അനുസരിച്ചാണ് ആ കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കൊടുക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ മെഷർമെന്റ് എത്രത്തോളം ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണെന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത്. പൊതുവായിട്ട് മെഷർമെന്റ് ബുക്കിൽ അല്ലെങ്കിൽ ബുക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ഞാൻ ഈ സ്ലൈഡിൽ ഉള്ളത്. ഫസ്റ്റ്, സോഴ്സ് ഓഫ് എംബുക്ക്. നമുക്ക് എംബുക്ക് എവിടുന്ന് കിട്ടും? പല എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലും അവർ ഇപ്പോൾ LSTD പോലുള്ള ഡിപ്പാർട്ട്മെന്റിലൊക്കെ തന്നെ ലോക്കൽ പർച്ചേസ് ചെയ്തുകൊണ്ട് എംബുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാട്ടർ അതോറിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് എംബുക്ക് കിട്ടുന്നത്. നമുക്ക് ഹയർ ഓഫീസിൽ നിന്ന് CE ഒപ്പിട്ട് തന്നിട്ടുള്ള എംബുക്കാണ് നമുക്ക് തരുന്നത്. നമുക്ക് ഇൻ ഓപ്പൺ മാർക്കറ്റ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഒരു എംബുക്കിൽ എന്തെല്ലാം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് അതിന്റെ ഫ്ലൈ ലീഫ് തന്നെ ഉണ്ട്. അതായത് അതിന്റെ ഫ്രണ്ട് ബാക്കിൽ ബ്ലാങ്ക് പേജിലും അതുപോലെ തന്നെ ബാക്ക് ബ്ലാങ്ക് പേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ തന്നെ എങ്ങനെ മെഷർമെന്റ് ബുക്ക് കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് വളരെ ബ്രീഫായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ എഞ്ചിനീയേഴ്സും നമ്മൾ മെഷർമെന്റ് ബുക്ക് കൈകാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ലീഫ് വളരെ വ്യക്തമായിട്ട് വായിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ. നമ്മളിപ്പോൾ ഒരു മെഷർമെന്റ് എൻ്റർ ചെയ്യുമ്പോൾ അത് വളരെ ലൂസ്ഡ് ആയിരിക്കണം, മസ്റ്റ് ബി ലൂസ്. അതായത് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഒരു ഏത് തേർഡ് പേഴ്സൺ നോക്കിക്കഴിഞ്ഞാലും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നതായിരിക്കണം ഡിസ്ക്രിപ്ഷൻ. അതുപോലെ തന്നെ ഒരു എൻട്രി റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പോവാണ്. പ്രധാനപ്പെട്ട പോയിന്റ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്ലോ ആക്കാം. റെക്കോർഡിംഗ് എൻട്രി, അതായത് നമ്മൾ ഒരു വർക്കിന് ഒട്ടേറെ ഐറ്റംസ് ഉണ്ടാവും, അല്ലേ? ഈ ഐറ്റംസ് ഒക്കെ തന്നെ ഇപ്പോൾ ഒരു പൈപ്പ് ലൈൻ വർക്ക് നടത്തുകയാണെങ്കിൽ അതിന്റെ എർത്ത് വർക്ക് എക്സ്കവേഷൻ, അതിന്റെ ഫെൻസിങ്, അതുപോലെ തന്നെ ലേയിങ്, ടെസ്റ്റിങ്, അതുപോലെ പല ഐറ്റംസ്. അതുപോലെ തന്നെ കോൺക്രീറ്റ് വർക്ക് ആണെങ്കിലൊക്കെ തന്നെ നമ്മൾ മെഷർമെന്റ് എൻട്രി ചെയ്യുമ്പോൾ അത് ക്രോണോളജിക്കൽ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് അറേഞ്ച്മെന്റ്സ് ഓഫ് ഇവന്റ്സ് ഇൻ ദ ഓർഡർ ഓഫ് ഇവന്റ്സ്. അതായത് ഒരു വർക്ക് നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ എർത്ത് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൈപ്പ് ലേയിങ് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എർത്ത് വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫൗണ്ടേഷന്റെ ബേസ്മെന്റ് കെട്ടുന്നത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. വർക്ക് റെക്കോർഡ് ചെയ്യുന്ന മെഷർമെന്റിലേക്ക് എൻട്രി ചെയ്യുന്നത് അത് കൃത്യമായിട്ടും അത് എങ്ങനെയാണോ ഒരു സൈറ്റിൽ നമ്മുടെ വർക്ക്, ഒരു പർട്ടിക്കുലർ വർക്ക്, അതിന്റെ ഓർഡർ ഓഫ് ഇവന്റ് എങ്ങനെ വരുന്നു ആ ക്രോണോളജിക്കൽ ഓർഡർ തന്നെ ആയിരിക്കണം എൻട്രി വരേണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ
അതിന്റെ ക്ലാരിറ്റി ആൻഡ് ആക്യുറസി. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ പേയ്മെന്റ് കോൺട്രാക്ടർക്ക് കൊടുക്കുന്ന പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വർക്ക് മെഷർമെന്റ് MBയിൽ റെക്കോർഡ് ചെയ്യുന്നതനുസരിച്ചാണ് പേയ്മെന്റ് കൊടുക്കുന്നത് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ മെഷർമെന്റും വളരെ ശ്രദ്ധാപൂർവം ആയിരിക്കണം, വളരെ ക്ലിയർ ആയിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം, ശ്രദ്ധാപൂർവമായിരിക്കണം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സ് എങ്ങനെ MB റെക്കോർഡ് ചെയ്യണമെന്ന് സംബന്ധിച്ച് നമ്മളെ PWD മാനുവലിലും PWD കോഡിലും A കോഡിലും D കോഡിലും ഒക്കെ തന്നെ ഒട്ടേറെ സ്ഥലങ്ങളിൽ അത് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ ഈ കോഡുകളൊക്കെ സംബന്ധിച്ച് ഫെമിലിയർ ആയിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ നമുക്ക് റെക്കോർഡിംഗ് ആൻഡ് എൻട്രി ഇൻ MBയിലേക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ സംബന്ധിച്ച് ഫസ്റ്റ് തന്നെ തുടങ്ങാം. നമുക്കറിയാം, മെഷർമെന്റ് സൈറ്റ് തന്നെയാണ് ഡ്യൂലി റെക്കോർഡിംഗ് എന്നുള്ള പറയുന്നത്. ഏത് മെഷർമെന്റും ഷുഡ് ബി ഡ്യൂലി റെക്കോർഡ്. ഡ്യൂലി റെക്കോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ടൈമിൽ തന്നെ ചെയ്യണം എന്നല്ല, മറിച്ച് വളരെ പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കഴിയുന്നത്ര വർക്ക് മെഷർമെന്റ് സൈറ്റിൽ തന്നെ ചെയ്യണം. അതൊരു എന്താ പറയുക, ഒരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് കോപ്പി ചെയ്യുക എന്നുള്ളത് ശരിക്കും നമ്മളെ മാനുവൽ അനുവദിക്കുന്നില്ല. കൃത്യമായിട്ടും മെഷർമെന്റ് ഷാൾ ബി ഡ്യൂലി റെക്കോർഡഡ് MB അറ്റ് സൈറ്റ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ 1 to 6 കോളംസ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ എൻട്രി ചെയ്യണം. ആരൊക്കെയാണ് മെഷർമെന്റ്, അതായത് മെഷർമെന്റ് എൻട്രി ചെയ്യാനുള്ള അധികാരമുള്ളത്? എയ്ക്ക് മാത്രമാണ്? അല്ല, എയ്ക്ക് മാത്രമാണ്. ഇൻ കേസ് നമുക്ക് സ്റ്റോർ ഇൻ കേസിലാണെങ്കിൽ ഇക്ക് ഒരു വേറെ ഏതെങ്കിലും എയെ നമുക്ക് അത് ഓതറൈസ് ചെയ്യാം. എന്തായാലും ഇപ്പൊ വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചോളം നമ്മൾ മെഷർമെന്റ് റെക്കോർഡ് ചെയ്യുന്നതിന്റെ എല്ലാ ഉത്തരവാദിത്വവും അസിസ്റ്റന്റ് എഞ്ചിനീയർക്കാണ്. ഒരു മെഷർമെന്റ്, നമ്മളൊരു വർക്കിന്റെ മെഷർമെന്റ് MBയിലേക്ക് കയറ്റുമ്പോൾ വളരെ പ്രധാനമായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന്, നെയിം ഓഫ് വർക്ക്. നമ്മൾ പലപ്പോഴും MBയിൽ നെയിം ഓഫ് വർക്ക് ക്ലിയർ ആയിട്ട് എഴുതാറില്ല. നെയിം ഓഫ് കോൺട്രാക്ട് എഴുതണം, നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് അഗ്രിമെന്റ്, ഡേറ്റ് ഓഫ് മെഷർമെന്റ്, ലൊക്കേഷൻ. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഫസ്റ്റ് തന്നെ ഒരു മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ പേജുകൾ കൃത്യമായിട്ട് കാണണം. ഏതൊരു വർക്ക് തുടങ്ങുമ്പോൾ അത് വേറൊരാൾക്ക് നോക്കുമ്പോൾ അത് ഏത് വർക്കാണ്, ഏത് കോൺട്രാക്ടറാണ്, ഏത് അഗ്രിമെന്റ് ആണ്, അതിന്റെ PSC എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ എഴുതിക്കൊണ്ട് മാത്രമേ നമുക്ക് മെഷർമെന്റ് MBയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാവൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാങ്ക് ലൈൻ. നോ ലൈൻ ഷാൽ ബി ലെഫ്റ്റ് ബ്ലാങ്ക്. MBയിൽ ഒരു ലൈൻ പോലും നമ്മൾ ബ്ലാങ്ക് ആക്കി ഇടാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അശ്രദ്ധയോടുകൂടി ചിലപ്പോൾ ലൈൻ ഗ്യാപ്പ് വന്നില്ല, അല്ലെങ്കിൽ ചിലർ വളരെ ഭംഗിക്ക് വേണ്ടി ഒരു ഐറ്റം റെക്കോർഡ് ചെയ്തിട്ട് 1 or 2 ലൈൻ വിട്ടിട്ട് പിന്നീട് ചെയ്യുന്ന ചില സ്വഭാവം ഉണ്ടാവും. ആക്ച്വലി അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ലൈൻ ബ്ലാങ്ക് ആക്കിയിട്ട് ഇടുകയാണെങ്കിൽ അത് ഹൊറിസോണ്ടൽ സിംഗിൾ ലൈൻ കൊണ്ട് സ്കോർ ചെയ്ത് കളയണം എന്നുള്ള. ഹൊറിസോണ്ടൽ, അതായത് വെറുതെ ക്രോസ് ആയിട്ട് ഇടാൻ പാടില്ല, ഹൊറിസോണ്ടൽ സിംഗിൾ ലൈൻ കൊണ്ട് ബ്ലാങ്ക് ലൈൻ സ്കോർ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, എൻട്രി, ഓതന്റിക്കേഷൻ ഓഫ് എൻട്രി ബൈ A. അതായത് നമ്മൾ ആ MBയുടെ ഫസ്റ്റ് പേജ് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈച്ച് ആൻഡ് എവറി പേജസ് ഷുഡ് ബി ഇനീഷ്യൽഡ് ബൈ AE ആൻഡ് ഫുൾ സിഗ്നേച്ചർ വിത്ത് ഡേറ്റ് ആൻഡ് ഡെസിഗ്നേഷൻ ഷുഡ് ബി പുട്ട് ഓൺ ലാസ്റ്റ് പേജ് ഓഫ് ഈച്ച് സെറ്റ് ഓഫ് മെഷർമെന്റ്. നമ്മൾ പലപ്പോഴും എത്ര സീനിയർ എഞ്ചിനീയേഴ്സ് പോലും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ കാര്യം. അതായത് ഒരു മെഷർമെന്റ് MBയുടെ ഒരു പേജ് പോലും മെഷർമെന്റ് എടുക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡേറ്റ് ഇനീഷ്യൽ ചെയ്യാതിരിക്കാൻ പാടില്ല. എല്ലാ പേജിലും ഇനീഷ്യൽ ചെയ്യണം. അതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് മെഷർമെന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ദിവസത്തെ കുറെ വർക്കുകൾ മെഷർ എടുക്കുന്നു, ഒരു ദിവസം നമ്മൾ ക്ലോസ് ചെയ്യുന്നു, പിന്നെ വേറൊരു ദിവസം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഇൻട്രപ്ഷൻ ഉണ്ടെങ്കിൽ പറയണേ കേട്ടോ. പിന്നെ വേറൊരു ദിവസമാണ് നമ്മൾ വർക്ക് മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ദിവസം ക്ലോസ് ചെയ്യുമ്പോൾ ആ ലാസ്റ്റ് പേജിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫുൾ സിഗ്നേച്ചർ വിത്ത് ഡേറ്റ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഇടണം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, നമ്മൾ കയ്യിലുള്ള MBയോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ മുൻഗാമികളായിട്ട് ആരെങ്കിലും നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചുള്ള MBകളോ ഒക്കെ പരിശോധിച്ചാൽ ഈ കാര്യങ്ങളും തന്നെ സാധാരണഗതിയിൽ കാണാറില്ല, അതൊന്നും നമ്മളൊന്നും തന്നെ ചെയ്യാറില്ല. പക്ഷേ ആസ് പെർ PWD മാനുവൽ ആൻഡ് കോഡ് നമ്മളെല്ലാ പേജും തന്നെ ഇനീഷ്യൽ ചെയ്യണം. അതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് മെഷർമെന്റ് ലാസ്റ്റ് ഡേറ്റ് ഫുൾ സിഗ്നേച്ചർ വിത്ത് ഡേറ്റ് ഇടണം. അതുപോലെ തന്നെ
സിഗ്നേച്ചർ ആൻഡ് തമ്പ് ഇംപ്രഷൻ ഓഫ് കോൺട്രാക്ടർ MB. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ തീരെ തന്നെ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ തീരെ കെയർലെസ് ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ മെഷർമെന്റ്. നമ്മൾ സൈറ്റ് എടുക്കുന്ന മെഷർമെന്റ് ആക്ച്വലി കോൺട്രാക്ടറോ കോൺട്രാക്ടറുടെ പിന്നെ റെപ്രസെന്റേറ്റീവിന്റെ പ്രസൻസിൽ മാത്രമേ നമുക്ക് മെഷർമെന്റ് എടുക്കാവൂ. ഈ മെഷർമെന്റ് എടുക്കുമ്പോൾ നമ്മൾ അതായത് പേജിൽ ഇനീഷ്യൽ ചെയ്യുന്നത് പോലെ തന്നെ കോൺട്രാക്ടറും ശരിക്കും ആ മെഷർമെന്റ് എല്ലാം ആ പേജിൽ അയാളുടെ സിഗ്നേച്ചറോ തമ്പ് ഇംപ്രഷനോ വെക്കണം. പക്ഷെ ഇപ്പോഴത്തെ നമ്മളൊരു പ്രൊസീജിയർ, വാട്ടർ അതോറിറ്റി നടക്കുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ മെഷർമെന്റ് എടുക്കും, ബില്ല് എഴുതും, ലാസ്റ്റ് ബില്ല് പിന്നെ ഡിവിഷൻ ഓഫീസിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് കോൺട്രാക്ട് വിളിച്ചു വരുത്തി അവസാനത്തെ പേജിൽ കോൺട്രാക്ടറെ കൊണ്ട് മെഷർമെന്റ് അപ്രൂവ്ഡ് അഡ്മിറ്റഡ് എന്ന് പറഞ്ഞ് ഒപ്പിടുന്ന സിസ്റ്റമാണ് നമ്മൾ വാട്ടർ അതോറിറ്റി ഫോളോ ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി PWD മാനുവലിലും അതുപോലെ തന്നെ കോഡിലും ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഈച്ച് ആൻഡ് എവറി മെഷർമെന്റ് ഷുഡ് ബി ടേക്കൺ ഇൻ പ്രസൻസ് ഓഫ് കോൺട്രാക്ടർ ഓർ റെപ്രസെന്റേറ്റീവ് ആൻഡ് ഹിസ് സിഗ്നേച്ചർ ഷുഡ് ബി പുട്ട് ഓൺ റെസ്പെക്റ്റീവ് പേജസ്. ഓക്കെ, അത് നമ്മൾ എത്രത്തോളം പ്രായോഗികമാക്കണം എന്നുള്ളതല്ല, അതാണ് നമ്മളെ കോഡ് പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ ലൈൻസ് ബ്ലാങ്ക് ആക്കുന്ന പോലെ തന്നെ പേജും ബ്ലാങ്ക് ആക്കി ഇടാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പേജ് മറച്ചിട്ട് അറിയാതെ ഒരു പേജ് മിസ്സായി പോയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പേജ് എന്ത് ചെയ്യണം, അത് ക്രോസ് ഡയഗണൽ ലൈൻ ഉപയോഗിച്ച് ക്യാൻസൽ ചെയ്യണം. രണ്ട് ഡയഗണൽ ലൈൻ എഴുതിയിട്ട് അതിന് ക്യാൻസൽഡ് എന്ന് എഴുതി അതിന്റെ അടിയിൽ അറ്റസ്റ്റ് ചെയ്യണം വിത്ത് ഡേറ്റ് ഇനിഷ്യൽ. അല്ലാതെ ഒരു ലൈൻ ബ്ലാങ്ക് ഒരു പേജ് ഒഴിവാക്കിയിടാൻ പാടില്ല. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഐറ്റംസ് വൈൽ നമ്മൾ പിന്നെ മെഷർമെന്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ചില ആളുകൾ നമ്മളെ സ്പെസിഫിക്കേഷൻ ഒരു 10-15 ലൈനുകളൊക്കെ ഉള്ള വലിയ സ്പെസിഫിക്കേഷൻ ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാവാം. പക്ഷെ ഈ ഐറ്റംസ് മുഴുവനായിട്ട് തന്നെ മെഷർമെന്റ് റെക്കോർഡ് ചെയ്യുന്ന രീതി പല എഞ്ചിനീയേഴ്സും കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ കോഡ് പറയുന്നത് അങ്ങനെ മുഴുവൻ സ്പെസിഫിക്കേഷനും മെഷർമെന്റ് എഴുതുമ്പോൾ ആ സൈഡിൽ വേണമെന്നില്ല. മറിച്ച് അതിന്റെ ഐറ്റം നമ്പർ, അതിന്റെ സബ് ഹെഡ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഏതാണ് ഐറ്റം എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു സിംഗിൾ ലൈനിലുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ലൈൻ, അത് മാത്രമേ മെഷർമെന്റ് എടുക്കുമ്പോൾ മെഷർമെന്റ് MBയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വേണ്ടു. എന്നാൽ ബിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ ഐറ്റത്തിന്റെ നമ്മൾ ഷെഡ്യൂളിൽ എത്രയെല്ലാം നീളത്തിൽ എത്രയെല്ലാം വലിയ സ്പെസിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ആ സ്പെസിഫിക്കേഷൻ പൂർണ്ണമായി തന്നെ MBയിൽ എഴുതേണ്ടതുണ്ട്, ബിൽ MBയിൽ. എന്നാൽ മെഷർമെന്റ് MBയിൽ അതിന്റെ ആവശ്യമില്ല. ഓൺലി അതിന്റെ ഐറ്റം നമ്പർ, സബ് ഹെഡ്, അതുപോലെ തന്നെ സിംഗിൾ ലൈൻ. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. ഇതും നമുക്ക് പല എഞ്ചിനീയേഴ്സിനും സംശയങ്ങൾ ഉണ്ടാവുന്ന കാര്യമാണ്. അതായത് നമ്മളെ മെഷർമെന്റ് മീറ്ററിലാണ് നമ്മൾ എഴുതുന്നത്. മീറ്ററിൽ എഴുതുമ്പോൾ ഇതുണ്ടോ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞു 0.1 മീറ്ററിന് നിയറസ്റ്റ്. അതായത് ഇപ്പോൾ 8.3 ആണെങ്കിൽ 8.30 അല്ലെങ്കിൽ 2.21 1 അല്ല 2.20 ആ രീതിയിലുള്ള നെക്സ്റ്റ് 0.1 ഇതിലേക്ക് ഡയമെൻഷനിലേക്ക് ആയിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ടത്. അല്ലാതെ 0.123 അങ്ങനെ മില്ലിമീറ്ററിലേക്കൊന്നും തന്നെ നമുക്ക് ഒരു മെഷർമെന്റും എടുക്കേണ്ടതില്ല. ഏരിയ ആണെങ്കിലും ക്യൂബിക്കൽ കോണ്ടന്റ് ആണെങ്കിലൊക്കെ തന്നെ M²ലേക്കും MQയിലൊക്കെ തന്നെ 0.01 എന്ന ഇതിലേക്ക് വരണം. അതുപോലെ തന്നെ മെഷർമെന്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ വെറും 0.8 എന്നാണ് ഒരു മെഷർമെന്റ് എങ്കിൽ അത് 0.8 എന്ന് തന്നെ എഴുതണം. വെറും 0.8 എന്ന് എഴുതാൻ പാടില്ല. പോയിന്റ് ഒരു പക്ഷേ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഇറാസ് ചെയ്ത് പോവാം. അപ്പോൾ 0 എത്രയാണെന്നതിന്റെ നമുക്ക് ചിലപ്പോൾ 80ലേക്ക് വരാം. അതുകൊണ്ട് തന്നെ 0 എന്ന രീതി തന്നെ എഴുതണം എന്നുള്ളതാണ് നമ്മുടെ കോഡ് പറയുന്നത്. ഇതാണ് ജനറൽ, ഇത്രയും ആണ് നമ്മൾ ജനറൽ ആയിട്ട് MB കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ചില സ്പെഷ്യൽ കേസുകൾ ഉണ്ടാവാം. ഇപ്പോൾ മെഷർമെന്റ് റിക്വയർഡ് അറ്റ് സൈറ്റ്. അപ്പോൾ ശരിക്കും നമ്മളെ കോഡ് പറയുന്നത് എല്ലാ മെഷർമെന്റുകളും ഡ്യൂലി റെക്കോർഡ് ചെയ്യണം. പക്ഷെ അറ്റ് സൈറ്റിൽ എന്നല്ല, ഡ്യൂലി റെക്കോർഡ് ചെയ്യുക, അത് പ്രോപ്പർലി റെക്കോർഡ് ചെയ്യുക. പക്ഷെ ചില മെഷർമെന്റ്സ് നമുക്ക് സൈറ്റ് വെച്ച് തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഐറ്റംസ് ആണ് കേസസ് ഇൻ വിച്ച് വർക്ക്സ് കവറിംഗ് അപ്പ് ലേറ്റർ. അതായത് ഫൗണ്ടേഷൻ, PCC, റീഎൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സാൻഡ്, ടാർ, ഇത്തരം ഐറ്റംസ് ഒക്കെ നമുക്ക് ഒരു വർക്ക് കഴിഞ്ഞാൽ, ആ പർട്ടിക്കുലർ വർക്ക് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് കാണില്ല. അത് നമ്മളത് അതിന് മുകളിൽ മറ്റെന്തെങ്കിലും ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഇത് ഉള്ളിൽ കൺസീൽഡ് ആയിരിക്കും. ഇങ്ങനത്തെ കൺസീൽഡ് ആയി പോകുന്ന
വർക്കുകൾ ഐറ്റംസ് സ്പോട്ടിൽ തന്നെ MBയിൽ റെക്കോർഡ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ പലപ്പോഴും പിന്നെ റീഎൻഫോഴ്സ്മെന്റ് ഒക്കെ സൈറ്റിൽ പോയിട്ട് പേപ്പറിൽ എഴുതി കൊണ്ടുവന്ന് പിന്നീട് ചെയ്യാം. അത് ചെയ്യുന്നത് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ അതിൽ ഡേറ്റ് ഇടുന്നത്. അത് ഞാൻ പിന്നീട് പറയുന്നുണ്ട് ആ ഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇത്തരം ഈ കൺസീൽഡ് ആയി പോകുന്ന ഐറ്റംസ് ഒക്കെ തന്നെ സ്പോട്ടിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. പിന്നീട് നമുക്ക് എപ്പോഴും വിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ്, ഏത് ഐറ്റംസ് ആയാലും, ഇപ്പോൾ പ്ലാസ്റ്ററിങ് ആണെങ്കിലും അതുപോലുള്ള മറ്റെന്തെങ്കിലും സീലിങ്ങോ അതുപോലുള്ള മറ്റെന്തെങ്കിലും വർക്കുകളൊക്കെ നമുക്ക് വിസിബിൾ ആയിട്ട് പിന്നീട് വർക്ക് കഴിഞ്ഞതിന് ശേഷം വിസിബിൾ ആയിട്ട് കാണുന്ന ഐറ്റംസ് സമയം പോലെ സൗകര്യം പോലെ ലേറ്റർ ആയിട്ട് റെക്കോർഡ് ചെയ്താലും മതി. എന്നാൽ കൺസീൽഡ് ആയി പോകുന്ന മുഴുവൻ ഐറ്റംസും കൃത്യമായി സൈറ്റിൽ വെച്ച് തന്നെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കോഡ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കോൺക്രീറ്റിന്റെ ഒരു മെഷറിംഗ് കോൺക്രീറ്റ്, റെക്കോർഡിംഗ് മെഷർമെന്റ്സ് ഓഫ് കോൺക്രീറ്റ് ഓൺലി ആഫ്റ്റർ പ്രോപ്പർ ക്യൂറിംഗ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ എഞ്ചിനീയേഴ്സ് പലപ്പോഴും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ പിന്നെ ഒരു മെഷർമെന്റ് റെക്കോർഡ് ചെയ്യുന്ന ഇത് കാണാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ കോൺക്രീറ്റിന്റെ മെഷർമെന്റ് എടുക്കുന്നത് അതിന്റെ എല്ലാ ക്യൂറിംഗ് ടൈം കഴിഞ്ഞ ശേഷം, അതിന്റെ പ്രോപ്പർ കോമ്പാക്ഷൻ എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇത് എടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ വോളിയം, അതിന്റെ ശ്രിങ്കേജ് കഴിയാതെ വോളിയം എടുക്കുമ്പോൾ വോളിയത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് മെഷർമെന്റ് എടുക്കുന്നത് മിനിമം ആ നമ്മൾ കോഡ് സ്പെസിഫൈ ചെയ്യുന്ന ക്യൂറിംഗ് ടൈം, അത് 7 ദിവസമാണ് അല്ലെങ്കിൽ 10 ദിവസമാണ് 15 ദിവസമാണെങ്കിൽ ശരി, അത്രയും ദിവസം കഴിഞ്ഞ ദിവസത്തിലേക്ക് മാത്രമേ ഡേറ്റ് കൊടുത്തിട്ട് കോൺക്രീറ്റ് മെഷർമെന്റ് എടുക്കാവൂ. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരെങ്കിൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ എക്സീഡ് 300 MQ. നമ്മൾ സാധാരണ എർത്ത് വർക്ക് നമ്മൾ അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത് എന്ന രീതിയിലാണ് റെക്കോർഡ് ചെയ്ത് പോകും. പക്ഷേ 300 MQ കൂടുതൽ എർത്ത് വർക്ക് വരുന്ന കേസുകളിൽ അത് നമ്മൾ കോഡ് പറയുന്നത് കൃത്യമായിട്ടും ഇനീഷ്യൽ ലെവലും ഫൈനൽ ലെവലും എടുത്ത്, ആ ഇനീഷ്യൽ ലെവൽ ആരാണോ ടെക്നിക്കൽ സാങ്ഷൻ അതോറിറ്റി അവരിൽ നിന്ന് ഇനീഷ്യൽ ലെവൽ അപ്രൂവ് ചെയ്തതിന് ശേഷം ഫൈനൽ ലെവൽ എടുത്ത്, ഈ ഫൈനൽ ലെവൽ ഈ സെയിം ഇനീഷ്യൽ ലെവൽ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഗ്രാഫ് ഷീറ്റിൽ പ്ലോട്ട് ചെയ്തതിനു ശേഷം അതിന്റെ ക്വാണ്ടിറ്റി കമ്പ്യൂട്ട് ചെയ്ത് ആ ക്വാണ്ടിറ്റി ആണ് നമുക്ക് പിന്നെ മെഷർമെന്റ് ആയിട്ട് എടുക്കേണ്ടത്. അതല്ലാതെ ഇപ്പോൾ നമ്മളൊരു 15 മീറ്റർ നീളം, 15 മീറ്റർ വീതി, ഒരു 2 മീറ്റർ ഡെപ്തിലുള്ള ഒരു പിന്നെ എർത്ത് കട്ടിങ് വരികയെന്നിരിക്കാം. നമ്മൾ മെഷർമെന്റ് 15x15x2 എന്ന് പറയുമ്പോൾ അത് 400 MQ വരും. ആ രീതിയിലല്ല നമുക്ക് എർത്ത് വർക്ക് 300 MQ കൂടുതൽ ഉള്ള എർത്ത് വർക്ക് ക്വാണ്ടിറ്റി റെക്കോർഡ് ചെയ്യേണ്ടത്. അത് ഇനീഷ്യൽ ലെവലും ഫൈനൽ ലെവലും എടുത്ത് അത് പ്ലോട്ട് ചെയ്ത് അത് അതിന്റെ ക്രോസ് സെക്ഷൻസ് കമ്പ്യൂട്ട് ചെയ്ത് അത് അതിന്റെ ക്രോസ് സെക്ഷൻസിന്റെ വോളിയം, അത് സിംപ്സൺ റൂളോ അല്ലെങ്കിൽ സൂട്ടബിൾ ആയിട്ടുള്ള റൂൾസ് ഉപയോഗിച്ച് അതിന്റെ ക്വാണ്ടിറ്റി കമ്പ്യൂട്ട് ചെയ്തതിനു ശേഷം ആ ക്വാണ്ടിറ്റി ആണ് അല്ലെങ്കിൽ ആ മെഷർമെന്റ് ആണ് നമ്മുടെ എർത്ത് വർക്കിന്റെ മെഷർമെന്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ അങ്ങനെ ഹലോ ഓക്കെ 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 അതാണ് എർത്ത് വർക്ക് എന്ന രീതിയിൽ പോകുന്നത്. നെക്സ്റ്റ് പൈപ്പ് ലൈനിന്റെ ആസ്ലേഡ് മെഷർമെന്റിനെ സംബന്ധിച്ചാണ്. ആസ്ലേഡ് മെഷർമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓൺലി ആഫ്റ്റർ പ്രോപ്പർ പ്രഷർ ടെസ്റ്റിംഗ് ആൻഡ് സഫീഷ്യന്റ് ടൈം ഗ്യാപ്പ് റിക്വയർഡ് ഫോർ ടെസ്റ്റിംഗ് പ്രൊസീജിയർ. നമ്മള് പിന്നെ ഒരു പൈപ്പ് ലൈനിന്റെ വർക്ക് നടക്കുന്നു, എർത്ത് വർക്ക് ചെയ്യുന്നു, പിന്നെ നമ്മൾ അതിന്റെ പിന്നെ ഫെൻസിങ് ചെയ്യുന്നു, അതിന്റെ പിന്നെ എന്താ പറയാ സാൻഡ് കുഷൻ കൊടുക്കുന്നു, പൈപ്പ് ഇടുന്നു, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ അത് ആസ്ലേഡ് മെഷർമെന്റ് എടുക്കുമ്പോൾ അത് കൃത്യമായിട്ടും അതിന്റെ ആഫ്റ്റർ പ്രോപ്പർ ടെസ്റ്റിങ്ങിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാവൂ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ടൈം, അതായത് എർത്ത് വർക്ക് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പർ ടെസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൈം കൊടുത്താൽ ടെസ്റ്റിംഗ് സക്സസ് ആയതിനു ശേഷമാണ് നമ്മൾ ആസ്ലേഡ് എടുക്കുന്നത്. ഈ ആസ്ലേഡ് എടുക്കുമ്പോഴും പലപ്പോഴും ഇപ്പോഴുള്ളൊരു പ്രൊസീജിയർ എന്ന് പറയണമെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വർക്കിന്റെ ഒക്കെ തന്നെ ക്വാണ്ടം കൂടിയതുകൊണ്ടായിരിക്കാം 10, 20, 50 കിലോമീറ്ററുകളൊക്കെ ഒന്നിച്ച് പൈപ്പ് ഇടുന്ന കേസിൽ ആസ്ലേഡ് ഒന്നിച്ച് ഒരു പിന്നെ 63 PVC 10 kg പൈപ്പ് 15 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ ഒന്നിച്ചൊരു ആസ്ലേഡ് ആ രീതിയിൽ എഴുതുന്ന ഒരു സ്വഭാവം ഇപ്പോൾ പലരും കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആസ്ലേഡ് അങ്ങനെയല്ല. ആസ്ലേഡ് എന്ന് പറയുമ്പോൾ ആസ്ലേഡ് എങ്ങനെയാണോ സൈറ്റിൽ ഇട്ടിട്ടുള്ളത് ആ രീതി തന്നെയായിരിക്കണം ആസ്ലേഡ് എഴുതേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സൈറ്റ് ഒരു ലൈനിൽ ഇട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സാലിയൻ ഫീച്ചേഴ്സ് കംപ്ലീറ്റ്,
അതായത് വെതർ പിന്നെ എവിടെയാണ് വാൽവ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് ടീ ഉള്ളത്, എവിടെയാണ് പിന്നെ കൺട്രോൾ വാൽവുകൾ മറ്റ് അതുപോലെ റെഡ്യൂസർ ഉള്ളത്, അതുപോലെയുള്ള ടീ ക്രോസ് ഉള്ളത്, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സാലിയൻ ഫീച്ചേഴ്സും ഫിക്സിങ്സും ഈ ആസിഡിൽ നമ്മൾ കാണണം. അപ്പൊ അത് ഒരു പിന്നെ ലബോറിയസ് ആൻഡ് ഇലാബറേറ്റഡ് വർക്കാണ് ഈ ആസിഡ് എഴുതുക എന്നുള്ളത്. പക്ഷെ ആസിഡ് എഴുതി കഴിഞ്ഞാൽ മറ്റൊരു തേർഡ് പേഴ്സൺ നോക്കുമ്പോൾ ആ സൈറ്റിൽ എങ്ങനെയാണ് നമ്മൾ ആ പൈപ്പ് ഇട്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ആസിഡിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതിൽ നമ്മൾ ഓരോ പൈപ്പും ഒരു 6 മീറ്റർ ലെങ്ത് 6 മീറ്റർ അങ്ങനെയല്ല. അപ്പൊ ഒരു 100 മീറ്ററോളം നമുക്ക് പിന്നെ ഒന്നിച്ചൊരു ലെങ്ത് ഇടുന്നു പൈപ്പ് ഇടുന്നെങ്കിൽ പിന്നെ 30x6 350 ഇട്ടു. അതിനുശേഷം വാൽവാണ് കൊടുക്കുന്നെങ്കിൽ ആ വാൽവ് ഇത്ര മീറ്ററിൽ അതിന്റെ ചെയിനേജ് പറഞ്ഞ് അതിന്റെ വാൽവ് കൊടുത്തു, ദെൻ നെക്സ്റ്റ് ചെയിനേജ് പറഞ്ഞു കൊടുക്കുന്നു. ഈ രീതിയിൽ ആസിഡ് നോക്കുമ്പോൾ കൃത്യമായിട്ടും എങ്ങനെയാണ് നമ്മളെ പൈപ്പ് സൈറ്റിൽ വന്നിട്ടുള്ളത് ആ രീതി തന്നെ ആയിരിക്കണം ആസിഡ് മെഷർമെന്റ് എടുക്കേണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ ഫെൻസിങ് നമ്മൾ വളരെ ഇന്നവിറ്റബിൾ ലൊക്കേഷനിലാണ് കൊടുക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളെ ഫെൻസിങ് ഇടുമ്പോൾ ഫെൻസിങ്ങിൽ സപ്പോസ് പിന്നെ ഷെഡ്യൂളിൽ ഒരു 600 മീറ്റർ അല്ലെങ്കിൽ ഒരു 1000 മീറ്റർ ആണ് ഷെഡ്യൂൾ പറഞ്ഞെങ്കിൽ എസ്റ്റിമേറ്റ് പിന്നെ നമ്മുടെ മെഷർമെന്റിൽ ഒറ്റ ഐറ്റം ഫെൻസിങ് 0 to 1000 മീറ്റർ അങ്ങനെ എഴുതുന്ന ഒരു സ്വഭാവം കണ്ടിട്ടുണ്ട്, പലരും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരിക്കലും പാടില്ല. ഒന്ന്, നമ്മൾ ആ ഒരു രീതിയിൽ ഒറ്റ സ്ട്രെച്ച് ആയിട്ട് ഒരിക്കലും തന്നെ ഫെൻസിങ് ചെയ്യേണ്ടതില്ല. രണ്ട്, കാരണം നമ്മൾ വളരെ ഇന്നെവിറ്റബിൾ കേസിൽ വളരെ ടൗൺ അതുപോലെ പ്രധാനപ്പെട്ട അത്യാവശ്യ കേസുകൾ മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഫെൻസിങ് ചെയ്യുന്ന ഒരു സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ആ സ്ട്രെച്ച് ഒരു 100-120 മീറ്ററിൽ അപ്പുറം ഒരു സ്ട്രെച്ചിൽ ഫെൻസിങ് കൊടുക്കാൻ പാടില്ല. കാരണം റോഡ് നമ്മൾ കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ കംപ്ലീറ്റ് റോഡ് ബ്ലോക്ക് ആക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അതിന് ആളുകൾ ക്രോസ് ചെയ്യണം, പെഡസ്ട്രിയൻസ് ക്രോസ് ചെയ്യണം, കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഒരു 100 മാക്സിമം ഒരു സ്ട്രെച്ച് ഫെൻസിങ് ഒരു 100 മീറ്റർ 120 മീറ്ററിൽ ഓരോ സ്ട്രെച്ച് ചെയ്യുകയും അടുത്ത ശേഷം ഒരു ഗ്യാപ്പോ കാര്യം കൊടുത്തിട്ട് മാത്രമേ നമുക്ക് അടുത്ത സ്ട്രെച്ചിലേക്ക് ഫെൻസിങ് പോകാം. അല്ലാതെ ഒറ്റ സ്ട്രെച്ചിലേക്ക് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ 5 കിലോമീറ്റർ ഫെൻസിങ് എന്ന രീതിയിൽ ഒരിക്കലും തന്നെ പാടില്ല. അത് പ്രായോഗികമല്ല. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾ ഒരു തേർഡ് പേഴ്സണെ അല്ലെങ്കിൽ ഒരു പിന്നെ വിജിലൻസ് പാർട്ടിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു മോണിറ്ററിംഗ് ഒരു പാർട്ടി നോക്കുമ്പോൾ ആദ്യം കണ്ടെത്തുന്ന ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ ആ രീതി ഫെൻസിങ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ് എന്ന രീതി തന്നെ മനസ്സിലാക്കും. അതുകൊണ്ട് ആ രീതിയിൽ വളരെ ബ്രേക്ക് ചെയ്തായിരിക്കണം ഫെൻസിങ് റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നെ പ്രഷർ ടെസ്റ്റിങ് അതിന്റെ പ്രൊസീജിയർ അറിയാൻ പ്രതി ഇവിടെ പറയുന്നില്ല. അത് പിന്നെ കറക്റ്റ് നോംസ് പ്രകാരം ചെയ്യേണ്ടതാണ്. പക്ഷെ ആ പ്രഷർ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ടൈം അത് നമ്മൾ പിന്നെ ഒരു ദിവസം ഒരു എയ്ക്ക് ഇപ്പോൾ എത്ര ചില ആളുകൾ പിന്നെ 4, 5, 8, 10 ടെസ്റ്റുകളൊക്കെ തന്നെ ഒരു ദിവസം റെക്കോർഡ് ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ അനുഭവത്തിനുണ്ട്. അത് പ്രായോഗികമായിട്ട് കഴിയും ലാസ്റ്റ് എഞ്ചിനെ സംബന്ധിച്ചോളം ഇത്രയും. കാരണം ഒരു സ്ട്രെച്ച് നമുക്കറിയാം ഒരു 200, 250, 300 മീറ്ററാണ് പൈപ്പ് മാക്സിമം ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ടെസ്റ്റ് നമ്മൾ അത് നിറച്ച് അത് പിന്നെ വെള്ളം നിറച്ച് അത് 1 മണിക്കൂർ അല്ല 1/2 മണിക്കൂർ അതിന്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് എന്നതിന് ശേഷം സ്ലോ ആയിട്ട് നമ്മൾ അതിന്റെ പ്രഷർ റിലീസ് ചെയ്ത് അത് ഓക്കെ നോക്കി അതിന്റെ മുഴുവൻ ഗ്യാപ്പുകളും അതിന്റെ ലീക്ക് ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ട് വരണമെങ്കിൽ 1, 2 കൂടുതൽ റീച്ചുകൾ ഒരു ദിവസം ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഷർ ടെസ്റ്റിംഗ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ദിവസത്തിൽ 1, 2 റീച്ചുകൾ മാത്രം ഒരു ദിവസം റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ കാണിക്കണം. അതിൽ കൂടുതലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു മൽ പ്രാക്ടീസ് ആണ്, തെറ്റാണെന്ന രീതി തന്നെയായിരിക്കും അതിനെപ്പറ്റി അറിയുന്ന ആളുകൾ നോക്കും. ഓക്കെ. പിന്നെ മേക്കിംഗ് കറക്ഷൻ ഇൻ മെഷർമെന്റ്. അതായത് നമ്മൾ മെഷർമെന്റ് എൻട്രി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചില കറക്ഷൻസ് വരാം. കാരണം നമ്മൾ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതി പിന്നീട് തെറ്റാണെന്ന് കണ്ടെത്തിയ ഇതിൽ കറക്ഷൻസ് വരാം. അങ്ങനെ കറക്ഷൻസ് വരുമ്പോൾ എന്താണ് മെഷർമെന്റ് എബിയിൽ ചെയ്യേണ്ടത് എന്നുള്ള ആദ്യം നമ്മൾ ഐഡന്റിഫൈ എന്താണ് എറർ കണ്ടുപിടിക്കുക. ദെൻ ഒരു മെഷർമെന്റ് എൻട്രി ചെയ്തത് എററാണ് തെറ്റാണെങ്കിൽ ഒരിക്കലും തന്നെ അതൊരു ഇറേസ് ചെയ്യാൻ പാടില്ല. അത് റബ്ബർ ഉപയോഗിച്ചോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചോ അല്ലെങ്കിൽ കംപ്ലീറ്റ് മഷി ഉപയോഗിച്ചോ ബ്ലോക്ക് ആയിക്കൊണ്ട് ചെയ്യാൻ പാടില്ല. അതൊരു സിംഗിൾ സ്ട്രൈക്ക് ത്രൂ ദ എറർ ബൈ എ സിംഗിൾ ലൈൻ, ഒരു സിംഗിൾ ലൈൻ ആയിട്ട് അത് കട്ട് ചെയ്യുക. അതിനുശേഷം കറക്റ്റ് മെഷർമെന്റ് എന്താണോ അത് ഇൻ ബിറ്റ്വീൻ ലൈൻ ആ ലൈനിൽ റെഡിങ് ഉപയോഗിച്ചിട്ട് എഴുതുക കറക്റ്റ് മെഷർമെന്റ്.
നമ്മൾ പലപ്പോഴും നമ്മളെല്ലാ എഞ്ചിനീയേഴ്സും ചെയ്യുന്നത് അത് സിംഗിൾ ലൈൻ കട്ട് ചെയ്യും, അതിനുശേഷം അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്കോ തന്നെയാണ് എഴുതുന്നത്. പക്ഷെ അതൊരിക്കലും പാടില്ല. ആ കറക്റ്റഡ് മെഷർമെന്റ് എന്ത് ചെയ്യണം? റെഡിങ് ഉപയോഗിച്ച് ചെയ്യണം. അതിനുശേഷം ആ കറക്ഷൻ എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് അത് അതിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ റിമാർക്സ് കോളത്തിൽ കാണിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ആ കറക്ഷൻ അറ്റസ്റ്റ് ചെയ്യുവാണ്. ക്യാൻസലേഷൻ നമ്മൾ അറ്റസ്റ്റ് ചെയ്യണം. ആ ക്യാൻസലേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ടോട്ടൽ എമൗണ്ടിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ കോൺട്രാക്ടർ, നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു സൈറ്റിൽ ശരിക്കും കോൺട്രാക്ടറുടെ പ്രസൻസിലാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്. ആ മെഷർമെന്റ് ആണ് പിന്നീട് നമ്മൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ കറക്ഷൻ കോൺട്രാക്ടറെ ബോധ്യപ്പെടുത്താനും കോൺട്രാക്റ്റിൽ നിന്നും അതിന്ന് അപ്രൂവൽ നമുക്ക് വാങ്ങിക്കേണ്ടതുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ കോഡ് പറയുന്ന പ്രൊവിഷൻസ് ആണ്. നമ്മൾ സാധാരണഗതിയിൽ ഇതൊന്നും തന്നെ ചെയ്യാറില്ല, പക്ഷെ അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ എത്രയൊക്കെ തന്നെ കറക്ഷൻസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും കറക്റ്റായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. ഇന്ന കറക്ഷൻസ് വന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. അടുത്തത് പ്രീ മെഷർമെന്റ്സ്. എന്താണ് പ്രീ മെഷർമെന്റ്സ്? പ്രീ മെഷർമെന്റ് എന്ന് പറയണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന്റെ മെഷർമെന്റ്, ആ പർട്ടിക്കുലർ ഐറ്റം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഐറ്റം കാണില്ല, നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അടിയിൽ പോകുന്ന ഫൗണ്ടേഷൻ പോലെയുള്ളതല്ല. ഒരു പർട്ടിക്കുലർ ഐറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷെഡ്യൂൾ പറയുന്നു, അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വർക്ക് പിന്നീട് മെഷർമെന്റ് ചെയ്യാൻ കഴിയാത്ത ഐറ്റംസിനെയാണ് പ്രീ മെഷർമെന്റ് എടുക്കുക എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം എന്താണ് കട്ടിങ് ആൻഡ് റിമൂവിങ് ജംഗിൾ, ഡിമോളിഷിംഗ് ബിൽഡിങ്സ്, ഇതൊക്കെ ഡിമോളിഷിംഗ്, എർത്ത് വർക്ക്, ഡിസ്മാൻഡിങ് ബിൽഡിങ്സ്, ജംഗിൾ ക്ലിയറൻസ്, ഇത്തരം ഐറ്റംസ് ഒക്കെ നമുക്ക് ഷെഡ്യൂൾ ഉണ്ടാവാം. പക്ഷെ നമ്മളിപ്പോ ഒരു ജംഗിൾ ക്ലിയറൻസ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കാണില്ലല്ലോ. അതുപോലെ തന്നെ ഡിസ്മാൻഡിങ് ബിൽഡിങ്സ് കാണില്ല, ടാങ്കോ കാര്യങ്ങളോ പഴയതൊക്കെ ഉണ്ടെങ്കിൽ പൊളിച്ചു മാറ്റണം. അത് നമ്മൾ ഒറ്റ ഐറ്റമായിട്ടുണ്ടാവും. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യണം? അത് നമ്മൾ അതിന്റെ മെഷർമെന്റ് നേരത്തെ റെക്കോർഡ് ചെയ്യണം. പക്ഷെ ആ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന്റെ ആ ലൈനിന്റെ മുകളിലായിട്ട്, അത് സിംഗിൾ പേജിൽ ആ ലൈനിന്റെ മുകളിലായിട്ട് അത് പ്രീ മെഷർമെന്റ് എന്ന് പ്രത്യേകം ഇൻവെർട്ടഡ് കോമ ഇട്ടിട്ട് എഴുതിയിരിക്കണം. പ്രീ മെഷർമെന്റ്. എന്നിട്ട് അതിന്റെ മെഷർമെന്റ് എടുക്കുക. അതിനുശേഷം ആഫ്റ്റർ കംപ്ലീറ്റിംഗ് സച്ച് ഐറ്റംസ് ഓഫ് വർക്ക്, എ ഫിനിഷ്ഡ് വർക്ക് ഡൺ സർട്ടിഫിക്കറ്റ് ഈസ് ടു ബി ഫർണിഷ്ഡ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ പേജ് വേർ പ്രീ മെഷർമെന്റ് ആർ റെക്കോർഡഡ്. നമ്മൾ ഈ പ്രീ മെഷർമെന്റ് റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ പേജിന്റെ റൈറ്റ് സൈഡ് ഭാഗത്ത് എപ്പോഴാണോ ഈ പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ സർട്ടിഫിക്കറ്റ് ഫർണിഷ് ചെയ്യണം. എന്താണ്? ദിസ് വർക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ആസ് പെർ ദ മെഷർമെന്റ് എൻഡഡ് ആസ് പെർ പ്രീ മെഷർമെന്റ്. പ്രീ മെഷർമെന്റിൽ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ആ മെഷർമെന്റ് പ്രകാരം ഈ വർക്ക് സാറ്റിസ്ഫാക്ടറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ പർട്ടിക്കുലർ പ്രീ മെഷർമെന്റ് റെക്കോർഡ് ചെയ്തിട്ടുള്ള പേജിന്റെ റൈറ്റ് സൈഡിലുള്ള എൻഡിൽ നമ്മളത് ഫർണിഷ് ചെയ്യണം. ഓക്കെ, അതാണ് പ്രീ മെഷർമെന്റ് എന്നുള്ളത്. ഇങ്ങനത്തെ കേസുകൾ നമുക്ക് വരാം, പക്ഷെ നമ്മൾ പലപ്പോഴും അത് ആ രീതി ശ്രദ്ധിക്കാറില്ല. പിന്നെ അടുത്തത് ചെക്ക് മെഷർമെന്റ് ആണ്. ചെക്ക് മെഷർമെന്റ് എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് മെഷർമെന്റ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ഹയർ സുപ്പീരിയർ ഓഫീസർ ആയിട്ടുള്ള AXC ആണ് ഇതിന് ചെക്ക് മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് സുപ്പീരിയർ ഓഫീസർ. എന്തിനാണ് ചെക്ക് മെഷർ ചെയ്യുന്നത്? ടു ഡിറ്റക്ട് എറർ, ടു പ്രിവെന്റ് ഫ്രോഡുലൻസ്, അതുപോലെ തന്നെ ഐറ്റംസ് മോസ്റ്റ് കറക്റ്റ് ആകാൻ സാധ്യത വരാം. ഇത്തരം ഇതൊക്കെ അത് കറക്റ്റ് ചെയ്യാൻ, അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എടുത്ത മെഷർമെന്റിലുള്ള എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ കണ്ടെത്തി വളരെ പ്രോപ്പർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ചെക്ക് മെഷർമെന്റ്. അത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കാണ്, അത് AXCക്കാണ് ചെക്ക് മെഷർമെന്റിനുള്ള പവർ ഉള്ളത്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒരു ബുക്കിലെ മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ AXC ചെക്ക് മെഷർമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സർട്ടിഫൈഡ് ദാറ്റ് I have check measured all the measurements entered from page 1 to 100 of MB so and so on so and so signature. അല്ലെങ്കിൽ 1 മുതൽ 25 വരെ പേജിലുള്ള മെഷർമെന്റ് I have check measured and so and so ചെക്ക് ഇന്ന ദിവസം. ഈ രീതിയിലാണ് ചെക്ക് മെഷർ ചെയ്യുന്നത്, മെഷർമെന്റ് എടുക്കുന്നത്.
യഥാർത്ഥത്തിൽ അതൊരു തെറ്റായിട്ടുള്ള പ്രൊസീജിയറാണ്. ഒന്ന്, അങ്ങനെ 100% മെഷർമെന്റും ചെക്ക് മെഷർ ചെയ്യണമെന്ന് നമ്മൾ കോഡ് പറയുന്നില്ല. മിനിമം 25% മെഷർമെന്റ് ഈസ് റിക്വയർഡ്. ഏറ്റവും ചുരുങ്ങിയത് 25% അതിൽ കൂടുതലോ മെഷർമെന്റ് മാത്രമേ ചെക്ക് മെഷർ ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ നമ്മള് അങ്ങനത്തെ ഒരു കേസിൽ, ഇതെനിക്കൊരു അനുഭവം ഉണ്ട്, ഇങ്ങനത്തെ ഒരു കേസിൽ ഞാൻ ആ രീതി ചെക്ക് മെഷർ ചെയ്യുമെന്ന് പറഞ്ഞ് മതിയെന്ന് പറഞ്ഞ് നമ്മൾ ആ ബില്ല് മുകളിലേക്ക് കൊടുത്തപ്പോൾ ഇത് മുകളിൽ നിന്ന് അതിന്റെ ക്ലർക്കുമാരും കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന ഐറ്റം ചെക്ക് മെഷർ ചെയ്തിട്ടില്ല, ഇന്ന ഐറ്റം ചെക്ക് മെഷർ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം എല്ലാം പിടിച്ചിരുത്തി നമ്മളെ ചെക്ക് മെഷർ ചെയ്യിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളൊരു തുടർന്നു പോരുന്ന പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ PWD മാനുവൽ പറയുന്നത്, അതുപോലെ തന്നെ കോഡൊക്കെ തന്നെ ഡി കോഡ് പറയുന്നത് മിനിമം 25% ഓഫ് മെഷർമെന്റ് മാത്രമേ ചെക്ക് മെഷർ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നുള്ളത് ആ ചെക്ക് മെഷർ ചെയ്യുന്ന AXCയുടെ ഡിസ്ക്രിപ്ഷനാണ്. കാരണം അത് അദ്ദേഹം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നു, അത് മോസ്റ്റ്ലി അതായത് ഏതൊക്കെ ഐറ്റത്തിലാണ് ഫ്രോഡുലൻസ് വരാൻ സാധ്യത, ഏതൊക്കെ ഐറ്റത്തിലാണ് തെറ്റുകൾ സാധാരണ തെറ്റ് വരാനുള്ള സാധ്യത, ഏതൊക്കെ ഐറ്റമാണ് മനഃപൂർവ്വമായിട്ട് ഒരു പർട്ടിക്കുലർ പിന്നെ എന്തെങ്കിലും ഐറ്റംസ് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി കൊടുക്കാൻ സാധ്യത എന്നൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ആ ചെക്ക് മെഷർ ചെയ്യുന്ന ഓഫീസറുടെ ഡിസ്ക്രിപ്ഷനും അയാളുടെ കഴിവും അയാളുടെ എക്സ്പീരിയൻസും വെച്ചിട്ടാണ് എത്ര ഐറ്റംസ് ചെക്ക് മെഷർ ചെയ്യണം, ഏതൊക്കെ ഐറ്റംസ് ചെക്ക് മെഷർ ചെയ്യണം, അതിൽ തന്നെ എത്ര ക്വാണ്ടിറ്റി ചെക്ക് മെഷർ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം. അത് അത്രയും ചെയ്താൽ മതി. പക്ഷെ ഇത് ഞാൻ കോഡ് പറയുന്നു, നിങ്ങൾ എത്രത്തോളം ഇപ്പോൾ തന്നെ പ്രൊസീജിയർ എന്താണ് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ അതിൽ മാറ്റം വരുത്തണം എന്ന് പറയുന്നില്ല, ഇതാണ് കോഡ് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അത് AXC ചെക്ക് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രധാനമായിട്ടും സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തിട്ടാണ്. പക്ഷെ പിന്നെ പ്ലാനോ എസ്റ്റിമേറ്റോ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടും നമുക്ക് ചെക്ക് മെഷർ ചെയ്യാം. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, AXC ചെക്ക് മെഷർ ചെയ്യുമ്പോൾ അതിന്റെ ഡേറ്റ് ഓഫ് ചെക്ക് മെഷർമെന്റ് അത് വളരെ പ്രധാനമായിരിക്കണം. പലപ്പോഴും ഏതാണ് ഡേറ്റ് ആണോ മെഷർ എടുത്തിട്ടുള്ളത് ആ സെയിം ഡേറ്റ് തന്നെ ചെക്ക് മെഷർ വർക്ക് എഴുതി വിടും. പക്ഷെ അതിന്റെ പ്രായോഗികമായിട്ട് അതിന്റെ സാധ്യതകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു AXC സംബന്ധിച്ചോളം 2, 3 അതിൽ കൂടുതലോ AEമാരുടെ വർക്ക് സൈറ്റിൽ കാര്യങ്ങളുള്ള ഒരു AXCക്ക് പോകുന്ന എല്ലാ സൈറ്റിലും എല്ലാ ദിവസവും അതേപോലെ തന്നെ പോകാൻ കഴിയില്ല. എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ മെഷർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ ഡ്യൂ കെയർ ഡേറ്റ് ഓഫ് ചെക്ക് മെഷർമെന്റ് എടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. ചെക്ക് മെഷർമെന്റ് ക്വാണ്ടിറ്റി വളരെ ശ്രദ്ധിക്കണം. കഴിയുന്നത് മാത്രമേ നമുക്ക് ആ മെഷർമെന്റിലേക്ക് ചെക്ക് മെഷർ ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ ചില ഐറ്റംസ് അപ്പോഴും ഈ ചെക്ക് മെഷർ ചെയ്യുമ്പോഴും ചില ഐറ്റംസ് ചെയ്യുന്ന സെയിം ഡേറ്റ് തന്നെ ചെക്ക് മെഷർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള പിന്നീട് ഉള്ളിൽ പോകുന്ന, അതായത് പിന്നീട് കാണാൻ കഴിയാത്ത, ഇപ്പൊ റീഎൻഫോഴ്സ്മെന്റ് സംബന്ധിച്ചുള്ള റീഎൻഫോഴ്സ്മെന്റ് എങ്ങനെ ചെക്ക് മെഷർ ചെയ്യും? റീഎൻഫോഴ്സ്മെന്റ് ഇട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം അല്ല 2 ദിവസം കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ റീഎൻഫോഴ്സ്മെന്റ് ചെക്ക് മെഷർ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ റീഎൻഫോഴ്സ്മെന്റിനെ സംബന്ധിച്ചോളം സെയിം ടൈം തന്നെ AXCയുടെ പ്രസൻസും വേണം, ആ മെഷർമെന്റ് എടുക്കണം. അതുപോലെ അതേ ടൈമിൽ ചെയ്യേണ്ട കൺസീൽഡ് ആയിട്ട് പോകുന്ന ഐറ്റംസിന്റെ ചെക്ക് മെഷർമെന്റ് സെയിം ഡേറ്റ് എടുക്കുകയും അല്ലാത്തത് പിന്നീട് സൗകര്യം പോലെ ചെയ്യാണ് ചെയ്യേണ്ടത്. കഴിയുന്നത്ര ചെക്ക് മെഷർമെന്റ് ഡേറ്റുകൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്തത് നമുക്ക് ഇങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? ചോദിക്കാമോ? പറയൂ. ഈ പ്രീ മെഷർമെന്റ് പറഞ്ഞിപ്പം റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ മൂടി പോകുന്നതാണ്. അപ്പൊ അത് ചെക്ക് മെഷർ ചെയ്യുമ്പോൾ മെഷർ ചെയ്യുന്ന അപ്പൊ തന്നെ ചെക്ക് മെഷർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പറഞ്ഞു, അതുപോലെ ഈ പ്രീ മെഷർമെന്റ് ഉണ്ടല്ലോ, ഇപ്പൊ ഡെമോളിഷ് ചെയ്ത് കുറെ സാധനങ്ങൾ കളഞ്ഞു, അതില് ചെക്ക് മെഷർമെന്റ് വേണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാ പ്രൊസീഡ് ചെയ്യുന്നത്? ആ സമയത്ത് തന്നെ ഇല്ല, അത് ചെക്ക് മെഷർമെന്റിന്റെ ആവശ്യം. അതാണ് പറഞ്ഞത്, AXCയെ സംബന്ധിച്ചോളം അത് ഡിസ്കഷൻ എടുക്കാൻ എല്ലാ ഐറ്റംസും ചെക്ക് മെഷർമെന്റ് ആവശ്യമില്ല. ഇത്തരം പ്രീ മെഷർമെന്റ് തന്നെ അത് കഴിയുന്നതും പിന്നെ എന്താ പറയുക, പിന്നെ ലൈറ്റ് ജംഗിൾ കട്ടിങ് അതുപോലുള്ള സംഭവങ്ങളാണ്. ബിൽഡിംഗ് ഡിമോളിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് ഡിമോളിഷൻ നമുക്ക് നേരത്തെ ചെക്ക് മെഷർ ചെയ്യാലോ സാറേ. അത് ചെക്ക് ചെയ്യാമല്ലോ, അത് ചെയ്യാം. പക്ഷെ അത് എല്ലാതും ഐറ്റംസ് ചെക്ക് മെഷർ വേണമെന്നില്ല. പക്ഷെ അത് വേണമെങ്കിൽ അന്നേരം ചെയ്യാം. വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ
പ്രീ മെഷർമെന്റ് പ്രകാരം ആ വർക്ക് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത് ആ പർട്ടിക്കുലർ പ്രീ മെഷർമെന്റ് റെക്കോർഡ് ചെയ്ത ആ പേജിന്റെ റൈറ്റ് സൈഡിൽ ഒരു സർട്ടിഫിക്കറ്റ് എഴുതിയാൽ മതി. അതോടുകൂടി ആ മെഷർമെന്റ് ആയി കഴിഞ്ഞു. ഓക്കെ സാറേ. പിന്നെ ബില്ല് റെക്കോർഡ് ചെയ്യുന്നില്ല. ബില്ല് റെക്കോർഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ബില്ലിൽ വളരെ പ്രധാനമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് ബില്ലിന്റെ സീരിയൽ നമ്പർ, CC ഫസ്റ്റ് ആൻഡ് പാർട്ട് അല്ലെങ്കിൽ CC സെക്കൻഡ് പാർട്ട്, അതിന്റെ ഡേറ്റ്, നെയിം ഓഫ് വർക്ക്, പിന്നെ എസ്റ്റിമേറ്റ് എമൗണ്ട്, എഗ്രിമെന്റ് നമ്പർ, പിന്നെ അതുപോലെ തന്നെ നെയിം ഓഫ് കോൺട്രാക്ടർ, പീരിയഡ് ഓഫ് കംപ്ലീഷൻ, ആക്ച്വൽ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ, ടൈം എക്സ്റ്റൻഷൻ ഗ്രാൻഡഡ്, ഇതൊക്കെ തന്നെ ബില്ല് റെക്കോർഡ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ്. അതുപോലെ തന്നെ ബില്ല് കണ്ടന്റ്, അതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ടോട്ടൽ ക്വാണ്ടിറ്റിയും നമ്മളൊരു ഷെഡ്യൂളിൽ കുറെ ചില ഐറ്റംസ് ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കും, ചിലത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ബില്ല് ക്യാരി ഓവർ വരുമ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ അതിൽ എഴുതിയിരിക്കണം, എല്ലാ ക്വാണ്ടിറ്റി എഴുതിയിരിക്കണം. ആ പർട്ടിക്കുലർ ഐറ്റം പിന്നെ ചെയ്തിട്ടില്ല എങ്കിൽ നോട്ട് എക്സിക്യൂട്ടഡ് എന്ന് എഴുതുകയും എന്തുകൊണ്ടാണ് എക്സിക്യൂട്ട് ചെയ്യാത്തതിന്റെ റീസൺ അതിന്റെ റൈറ്റ് സൈഡിൽ വളരെ സ്പെസിഫിക് ആയിട്ട് വേണം. അതായത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പിന്നെ വളരെ വേഗമായിട്ട് ഇന്ത്യൻ ഐറ്റം നമ്പർ ഇന്ന മുതൽ ഇത്ര വരെ നോട്ട് എക്സിക്യൂട്ടഡ്, അതാണ് നമ്മൾ സാധാരണ പ്രൊസീജിയർ. ഐറ്റം നമ്പർ 1 to അല്ലെങ്കിൽ ഐറ്റം നമ്പർ 3 to 4 നോട്ട് എക്സിക്യൂട്ടഡ് കഴിഞ്ഞു. പക്ഷെ അങ്ങനെ പോരാ. ഐറ്റം നമ്പർ 4 ഇന്ന സ്പെസിഫിക്, അതിന്റെ ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ, അതിന്റെ ഡീറ്റെയിൽസ് നോട്ട് എക്സിക്യൂട്ടഡ്. എന്നിട്ട് വൈ, എന്താണ് റീസൺ, എന്തുകൊണ്ട് നോട്ട് എക്സിക്യൂട്ടഡ്. അതോടൊപ്പം തന്നെ നോട്ട് എക്സിക്യൂട്ടഡ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ this particular item is not required for the satisfactory completion of this particular work in future. അങ്ങനെ അതായത് നമ്മൾ ബോധപൂർവം ഒരു ഷെഡ്യൂളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഐറ്റം ഡിലീറ്റ് ചെയ്തിട്ട് കോൺട്രാക്ടർക്ക് ഫേവർ ചെയ്യാൻ വേണ്ടിയോ മറ്റെന്തെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന് ഒരു ഉദ്ദേശിച്ച റേറ്റോ കാര്യങ്ങളോ ഇല്ല, അതുകൊണ്ട് നമുക്ക് തൽക്കാലം ആ ഐറ്റം ഡിലീറ്റ് ചെയ്യാം, അത് പിന്നീട് പിന്നെ ചെയ്യാം, അപ്പൊ തൽക്കാലം കോൺട്രാക്ട് ഫേവർ ചെയ്യുന്ന രീതി ചെയ്യാം എന്നുള്ള ബോധപൂർവ്വം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവാലോ. അങ്ങനത്തെ കേസിലാണ് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഐറ്റം ചെയ്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ആ പർട്ടിക്കുലർ ഐറ്റം ചെയ്തില്ല എന്ന് പറയുകയും അത് പിന്നീട് ഫ്യൂച്ചറിൽ ഈ പർട്ടിക്കുലർ വർക്കിന്റെ സാറ്റിസ്ഫാക്ടറി കംപ്ലീഷന് വേണ്ടി നോട്ട് റിക്വയർഡ് എന്നുകൂടെ സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിടണം. കാരണം അല്ല എങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഐറ്റം മാത്രം പിന്നീട് പിന്നെ വേറെ എന്തെങ്കിലും ഷെഡ്യൂൾ കൊട്ടേഷനായിട്ടോ മറ്റേതെങ്കിലും മറ്റൊരു വർക്കായിട്ടോ അറേഞ്ച് ചെയ്യേണ്ടി വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതലായിട്ട് എമൗണ്ട് ഈ സമയത്ത് ഇതിനേക്കാൾ കൂടുതലായിട്ട് എമൗണ്ട് രണ്ടാമത് ചെയ്യുന്ന വരികയാണെങ്കിൽ ആ അഡീഷണൽ എമൗണ്ടിന്റെ ബാധ്യത ഈ പർട്ടിക്കുലർ എഞ്ചിനീയർ വഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും ഒരു ഐറ്റം വെറുതെ ബാഗായിട്ട് നോട്ട് എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞ് വെറുതെ ഒഴിവാകരുത്. ആ പർട്ടിക്കുലർ ഐറ്റം നോട്ട് റിക്വയർഡ് ഫോർ ഫ്യൂച്ചർ ഫോർ സാറ്റിസ്ഫാക്ടറി കംപ്ലീഷൻ ഓഫ് ദിസ് വർക്ക് എന്നുള്ള കൂടി സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അതിലുള്ളത്. അതുപോലെ തന്നെ എല്ലാ ഓവറോൾ മെഷർമെന്റ് റെക്കോർഡ് ചെയ്യണം. ആൾ ഐറ്റംസ് കവേർഡ് ഇൻ ദ അഗ്രിമെന്റ് ഷുഡ് ബി റിട്ടേൺ അപ്പ്. ഞാൻ പറഞ്ഞു ഫുൾ സ്പെസിഫിക്കേഷൻ. നേരത്തെ പറഞ്ഞു നമ്മൾ ബില്ല് ആൻഡ് മെഷർമെന്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ദർ ഇസ് നോ നീഡ് ഫോർ ഫുൾ സ്പെസിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു വെറും അതിന്റെ ഐറ്റം നമ്പറും അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ സിംഗിൾ ലൈനിൽ മാത്രം മതിയെങ്കിൽ ബിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന്റെ ഫുൾ സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അത് വളരെ നിർബന്ധമാണ്. പിന്നെ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ആൻഡ് സബ്മിറ്റ് ബൈ കോൺട്രാക്ടർ എന്നുള്ള ഒരു കോഡ് PWD കോഡിലുണ്ട്. പക്ഷെ നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ അത് ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. കോൺട്രാക്ടർക്ക് വേണമെങ്കിൽ ബില്ല് റെക്കോർഡ് ചെയ്യാം, ബില്ല് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. അത് ബില്ല് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ആ ബില്ല് നമ്മളെ എടുക്കുന്ന മെഷർമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് എക്ക് വേണമെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്ത് വിടാം. അത് പിന്നെ PWD കോഡിൽ പറയുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയിൽ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പിന്നെ വാട്ട് ആർ ദ സർട്ടിഫിക്കറ്റ്സ് റിക്വയർഡ് വിത്ത് ബില്ല്. ബില്ലിന്റെ കൂടെ കുറെ സർട്ടിഫിക്കറ്റുകൾ, അത് പാർട്ടി ബില്ലാണെങ്കിൽ എന്ത് ചെയ്യണം, വർക്ക് ഇൻ പ്രോഗ്രസ് സാറ്റിസ്ഫാക്ടറി എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ അപ്ഡേറ്റ് വർക്ക് കംപ്ലീറ്റഡ് സാറ്റിസ്ഫാക്ടറി ആസ് പെർ ഡ്രോയിങ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ റിക്കവറീസ് ഉണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുണ്ടെങ്കിൽ ദ കോൺട്രാക്ടേഴ്സ് എൻഗേജ്ഡ് സോ മച്ച് ടെക്നിക്കൽ പേഴ്സൺസ് ഫോർ സൂപ്പർവൈസ് ദ വർക്ക്
നമ്മളെ ഷെഡ്യൂളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. ഒരു ബിടെക് ഹോൾഡറോ അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡർ അല്ലെങ്കിൽ 2 ഡിപ്ലോമ ഹോൾഡർ എന്ന് നമ്മൾ ഷെഡ്യൂൾ നമ്മുടെ അഗ്രിമെന്റിൽ പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും സൈറ്റിൽ ഉണ്ടാവാറില്ല. നേരത്തെ ഒക്കെ തന്നെ പണ്ടൊക്കെ ഇത്തരം സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കോൺട്രാക്ടേഴ്സ് എൻഗേജഡ് സോമസ് പിന്നെ അയാളുടെ പേരും അഡ്രസ്സും അടക്കമുള്ള ടെക്നിക്കൽ പേഴ്സണിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരിക്കലും തന്നെ ബില്ല് പേയ്മെന്റ് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ അത് സാവധാനത്തിൽ നമ്മളതങ്ങനെ മറന്നുപോയി. ഇപ്പോൾ അത് ചെയ്യുന്നില്ല. എങ്കിലും അതും കൂടെ വേണമെന്നുള്ളതാണ് നമ്മൾ കോഡ് പറയുന്നത്. ഫൈനൽ ബില്ല് കൂടെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാല് പിന്നെ വർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ റിക്കവറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് വേണം. പിന്നെ മെറ്റീരിയൽസ് പിന്നെ കോൺട്രാക്ടർ കൺവേ ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ വിത്തിൻ ഇനീഷ്യൽ ലീഡ് ആൻഡ് ലിഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ അത് ആ രീതി വേണം. ഇനീഷ്യൽ ലീഡ് ലിഫ്റ്റിൽ അല്ലാത്തതാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. കാരണം നമ്മുടെ സ്പെസിഫിക്കേഷനിൽ വിത്തിൻ ഇനീഷ്യൽ ലീഡ് ആൻഡ് ലിഫ്റ്റ് എന്ന് പ്രത്യേകം പറയുന്നുണ്ടല്ലോ. അപ്പൊ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എല്ലാ ഇതും അങ്ങനെയാണ് എങ്കിൽ ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഇതിൽ തന്നെ എൻഗേജ്ഡ് ടെക്നിക്കൽ പേഴ്സൺ വേണം. പിന്നെ റിവൈസ് എസ്റ്റിമേറ്റ് അപ്രൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ബില്ലിന്റെ കൂടെ തന്നെ സർട്ടിഫിക്കറ്റ് റിവൈസ് എസ്റ്റിമേറ്റ് ഫോർ സോ ആൻഡ് സോ അപ്രൂവ്ഡ് ഫ്രം സോ ആൻഡ് സോ പറഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ എക്സസ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ പർട്ടിക്കുലർ ഐറ്റം എക്സസ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിന് മോർ ദാൻ 50%, അത് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എസ്റ്റിമേറ്റ് പറഞ്ഞതിനേക്കാൾ 50% കൂടുതലുണ്ട് എങ്കിൽ അതിന് വളരെ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഫർണിഷ് ചെയ്യണം. അതോടൊപ്പം തന്നെ ദാറ്റ് പർട്ടിക്കുലർ ഐറ്റം ഷുഡ് ബി ചെക്ക് മെഷേർഡ് ബൈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓൾസോ. അങ്ങനെ ഒരു ക്ലോസും നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം 50% കൂടുതൽ വലിയ എമൗണ്ട് വരുന്ന, ചെറിയ ഐറ്റംസ് അല്ല, വലിയ ഹ്യൂജ് എമൗണ്ട് വരുന്ന 50% കൂടുതൽ ഐറ്റംസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം ചെക്ക് മെഷർ ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. എന്തായാലും ഒരു പർട്ടിക്കുലർ ഐറ്റം 50% കൂടുതലാണെങ്കിൽ അതിന്റെ എന്തായാലും റീസൺ വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് ബില്ലിന്റെ കൂടെ വെക്കണം. അതുപോലെ തന്നെ എക്സ്ട്രാ ഐറ്റത്തിന് സപ്ലിമെന്റ് അഗ്രിമെന്റിന്റെ അത് വേണം. പിന്നെ മെറ്റീരിയൽസ് എന്തെങ്കിലും നമ്മളെ ഡ്യൂറിങ് എക്സ്കവേഷനിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ കഴിയുന്ന എന്തെങ്കിലും പിന്നെ പുരാതന സാധനങ്ങളോ മറ്റെന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ ഇനി കല്ലോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ വർക്ക് സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടെന്നും അത് ഓപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്, അതല്ല മറ്റ് രീതിയിൽ എങ്ങനെയാണ് നമുക്ക് സ്റ്റോറിലേക്ക് എടുത്തതെങ്കിൽ അതൊക്കെ തന്നെ സർട്ടിഫിക്കറ്റിൽ കാണിക്കണം. പിന്നെ നോൺ എക്സിക്യൂട്ടീവ് ഐറ്റംസ് അത് നേരത്തെ ഞാൻ പറഞ്ഞു, നോൺ ഐറ്റംസ് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം, അതിന്റെ റീസൺ വേണം. പിന്നെ മെറ്റീരിയൽസ് ക്വാളിറ്റി സർട്ടിഫൈ ചെയ്യണം. ഓഡിറ്റ് ഒബ്ജക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ല എങ്കിൽ അത് പറയണം. പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ സിസ്റ്റംസ് വർക്ക് കംപ്ലീറ്റഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്യണം, ചെക്ക് മെഷർ ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് ബില്ലിന്റെ കൂടെ പറയേണ്ടതുണ്ട്. ഇനി അടുത്ത ലാസ്റ്റ് ഉള്ളത് കീപ്പിംഗ് MP ആണ്. ഈ മെഷർമെന്റ് ഞാൻ പറഞ്ഞു, മെഷർമെന്റ് ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എൻട്രി റെക്കോർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മെഷർമെന്റ് ബുക്ക് കീപ്പ് ചെയ്യുന്നത്, പ്രോപ്പർ കീപ്പിംഗ്. അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ സംബന്ധിച്ചോളം ഇത് ഒരിക്കലും തന്നെ നഷ്ടപ്പെടാൻ, ഒരു മെഷർമെന്റ് ബുക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ ആരുടെങ്കിലും രീതി അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നെക്സ്റ്റ് ഹയർ ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്ത് അതിന് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. പിന്നെ എയുടെ കയ്യിൽ വർഷങ്ങളോളമോ കാലങ്ങളോ കൂടുതലായിട്ടും തന്നെ ഒരു MP വെക്കാൻ പാടില്ല. ഒരു പർട്ടിക്കുലർ വർക്കിന് ആവശ്യമായിട്ടുള്ള സമയത്ത് വെക്കുന്നു, ഉടനെ തന്നെ ആവശ്യം കഴിഞ്ഞാൽ അത് ഡിവിഷനിലേക്ക് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ചെയ്യുന്നത് അത് കൃത്യമായിട്ടും അതിന്റെ പിന്നെ പ്രൊസീജിയറിന്റെ ഹാൻഡിങ് ഓവർ ബുക്ക് എന്ന രീതിയിലുള്ള മൂവ്മെന്റ് രജിസ്റ്റർ കീപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് MP റിട്ടേൺ ചെയ്യണം. ഒരിക്കലും തന്നെ എയുടെ മുമ്പിൽ അനാവശ്യമായിട്ട് MPകൾ കീപ്പ് ചെയ്യാൻ പാടില്ല. വർക്ക് കഴിഞ്ഞാലും എന്തെങ്കിലും വർക്കിന് ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് വാങ്ങിക്കുക എന്നല്ലാതെ കീപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം റെക്കോർഡിംഗ് മെഷർമെന്റ് MP കീ പോയിന്റ്സ് അറ്റ് എ ഗ്ലാൻസ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള പിന്നെ സ്ലൈഡ്സ് ആണ്. സമയം ഏറെക്കുറെ അതിക്രമിച്ചു വന്നതുകൊണ്ടാണ് സ്പീഡ് പോകുന്നത്. അത് വീണ്ടും കീ പോയിന്റ്സ് അറ്റ് എ ഗ്ലാൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി ഞാൻ കൊടുത്തു മാത്രം. പരമാവധി ഞാൻ സമയത്തിന്റെ ഉള്ളിൽ 8:48 അല്ലെ, സമയത്തിനുള്ളിൽ ഞാൻ ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ഇന്ററാക്ഷൻ നിലയ്ക്കുള്ള സമയത്തിനാണ്. സാർ അതല്ലേ? അതെ അതെ അതെ, നമുക്ക് ചോദിക്കാനുള്ള സമയമാണ്. അപ്പൊ ഞാൻ എന്റെ കഴിവിന് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ചോദിക്കാം, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആ രീതിയിൽ പറയാം. ഓക്കെ.
താങ്ക് യു. സാർ ഓക്കെ, നെടുങ്കുന്ന് വഴി ചോദിക്കാം. ഒന്ന് നോട്ട് ചെയ്യട്ടെ സാറ്. പറഞ്ഞോളൂ സാർ. സാർ നമസ്കാരം. സാർ ഞാൻ ഒരു കാര്യം ചോദിക്കാം. സാർ, ഈ ചില എംബുക്സിൽ ഞാൻ ജൂണിൽ ജോയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ സാർ, ചില എംബുക്സിൽ നമ്മൾ ബില്ലും മെഷർമെന്റും ഒരുമിച്ച് എഴുതുന്നു. ചില എംബുക്കിൽ നമ്മൾ ബില്ല് സെപ്പറേറ്റും മെഷർമെന്റ് സെപ്പറേറ്റും എഴുതാറുണ്ട്. അപ്പോൾ അത് ഏത് കേസിലാണ് സാർ ഇങ്ങനെ ഒരുമിച്ച് എഴുതാൻ പറ്റുന്നത്? ഏത് കേസിലാണ് സെപ്പറേറ്റ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. ബില്ലും മെഷർമെന്റും ഒരുമിച്ച് എഴുതുന്നു അല്ലേ? അതെ, O&Mൽ നമ്മൾ സാധാരണ ഈ കൊട്ടേഷൻ വർക്ക്സ് ഒക്കെ വരുമ്പം ബില്ലും മെഷർമെന്റും ഒരുമിച്ച് എഴുതാറുണ്ട്. ഓക്കെ, ഒന്നിച്ച് പറഞ്ഞാൽ മതിയോ? മതി സാർ, മതി. ഓക്കെ സാർ. പറഞ്ഞു പോയിക്കോ സാർ, പിന്നീട് അതാ നല്ലേ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊരു തെറ്റായ പ്രൊസീജിയറാണ് ബില്ലും മെഷർമെന്റും ഒന്നിച്ച് ചെയ്താൽ. O&M ഏത് കൊട്ടേഷൻ വർക്കിലായാലും ശരി, ബില്ലും മെഷർമെന്റും ബിൽ കം മെഷർമെന്റ് എന്നുള്ള പരിപാടി ആക്ച്വലി എഗെയിൻസ്റ്റ് PWD കോഡൽ പ്രൊവിഷനാണ്. പക്ഷെ നമ്മൾ വർഷങ്ങളായിട്ട് അതോട്ടിൽ ഉള്ള ഒരു പ്രൊസീജിയറും കൂടിയാണ് ബിൽ കം മെഷർമെന്റ്. അപ്പോ തെറ്റാണ് പാടില്ല അല്ലേ സാർ? ഹലോ, അത് ഇത് കാണുന്നുണ്ടല്ലോ, ക്യാമറ കാണുന്നുണ്ടല്ലോ അല്ലേ? എന്റെ ഇവിടെ കട്ടായി പോയ സംശയം. ക്യാമറ കിട്ടുന്നുണ്ടോ? എന്നെ കിട്ടുന്നുണ്ടോ? സാറിനെ കാണാൻ പറ്റുന്നില്ല. വോളിയം ഉണ്ടല്ലേ? എന്തോ ക്യാമറ പോയെന്ന് തോന്നുന്നു. നോക്ക് എന്ത് സംഭവം ക്യാമറ. ഓക്കെ, ഞാൻ പറയാലോ, വോളിയം കിട്ടുമല്ലോ. അപ്പൊ അത് ബിൽക്കം മെഷർമെന്റ് എന്നൊരു പ്രൊസീജിയർ ഇല്ല. അത് നമ്മൾ ഫോളോ ചെയ്ത് പോരുന്ന പ്രൊസീജിയർ മാത്രമാണ്. ബില്ല് ഏത് കേസിലാണെങ്കിൽ ശരി, മെഷർമെന്റ് നമ്മൾ ആ സ്പോട്ടിൽ എടുക്കണം. മെഷർമെന്റ് ക്യാരി ഓവർ ചെയ്യാണ് ബില്ലിലേക്ക് വരേണ്ടത്. അത് കൊട്ടേഷൻ ഇതാണെങ്കിൽ ശരി, ഏത് കേസിലാണ് ശരി. പക്ഷെ നമ്മളതൊരു സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നു. ചെയ്യുന്നു, AX അഡ്മിറ്റ് ചെയ്യുന്നു, EU കൊടുക്കുന്നു, SC അത് ചെയ്യുന്നു. എല്ലാവരും അങ്ങനെ നമ്മൾ സൗകര്യം ചെയ്യുന്നു. അതുള്ളൂ. ഇറ്റ് ഇസ് അഗെയിൻസ്റ്റ് കോഡ് പ്രൊവിഷൻ. ഓക്കെ, ശരി സാർ, താങ്ക് യു സാർ. എന്ത് ഇതിന് പറ്റിയാണ് ക്യാമറ? എനിക്ക് തോന്നുന്നു സാർ പ്രസന്റേഷൻ ഇട്ടിരിക്കുന്നോണ്ടാണോ എന്ന് സംശയമുണ്ട്. ആ പ്രസന്റേഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് പ്രസന്റേഷൻ ക്ലോസ് ചെയ്യുന്നു. ബാക്കിയുള്ളവർക്കും ചോദിക്കാം. ചോദിച്ചോളൂ. സാർ ചോദിക്കട്ടെ? അതെ, നമ്മളിപ്പോ സൈറ്റിൽ വെച്ചിട്ടാണ് മെഷർമെന്റ് എഴുതണമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കിപ്പോ ജൽജീവ് മിഷനില് ഒരു എയ്ക്ക് ഒരു 7-8 പഞ്ചായത്തും അതിൽ തന്നെ നമ്മളിപ്പോ പല സ്ഥലത്തും വർക്കുകൾ നടക്കൂലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഞാനത് ആദ്യം പറഞ്ഞു. ഇതൊക്കെ PWD കോഡിന്റെയും മാനുവലിനും ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അത്രയും നേരം സംസാരിച്ചത്. നിങ്ങൾ പറഞ്ഞ ഇതേ കേസ് എനിക്കും അനുഭവപ്പെട്ട കേസാണ്. ഒരിക്കലും നമുക്ക് അത് കഴിയില്ല. പക്ഷെ സൈറ്റിൽ വെച്ച് വേണമെന്ന് ഞാൻ പറയുന്നില്ല. സൈറ്റ് അല്ല, അത് ഡ്യൂലി റെക്കോർഡാണ്. സൈറ്റ് തന്നെ സൈറ്റിൽ വേണ്ട ചില പിന്നീട് കാണാൻ കഴിയാത്ത വർക്കുകൾ, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ പെട്ടെന്ന് തന്നെ അതിന്റെ മുകളിൽ കൺസീൽ ചെയ്തുകൊണ്ട് വേറെ വർക്കുകൾ വരുന്ന കേസുകൾ മാത്രമാണ് സൈറ്റിൽ വെച്ച് ചെയ്യേണ്ടി വരുന്നത്. നമ്മളിപ്പോ ഒരു വർക്ക് സൈറ്റിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നില്ല, അത് നോട്ട് ചെയ്ത് വന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. പക്ഷെ അതിന്റെ കൺസീൽ ചെയ്യുന്ന രീതിയിൽ വേറൊരു വർക്ക് അതിന്റെ മുകളിൽ വരാൻ പാടില്ല. മനസ്സിലായില്ലേ? ആ സമയം അങ്ങനെ ചെയ്യാം. അതല്ലാതെ എല്ലാം സൈറ്റിൽ ചെയ്യണമെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ പിന്നെ ഇപ്പൊ പറഞ്ഞ ജൽജീവൻ മിഷന്റെ കേസ് വന്നതോടുകൂടി നമ്മളെ ടോട്ടൽ സ്ട്രക്ചറിന്റെയും ടോട്ടൽ ശൈലിയും ഒക്കെ തന്നെ മാറ്റം വന്നു. അപ്പൊ അതും ഇതും നമ്മൾ ഈ റൂൾസും തമ്മിൽ നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയില്ല. നമ്മളെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അതാണിപ്പോ നമുക്കിപ്പോ MB ഒക്കെ എഴുതേണ്ടതൊക്കെ നമ്മൾ പഠിച്ചൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ജൽജീവ് മിഷൻ വന്നതോടുകൂടി ഒന്നും നമുക്കിപ്പോ ഇത്രയും വർക്ക് വന്നപ്പോ നമുക്കൊരു ഡേറ്റ് പോലും നമുക്ക് ഒരേ ഡേറ്റിൽ തന്നെ ഒരു 1-2 പഞ്ചായത്തിൽ വർക്ക് നമ്മൾ എഴുതേണ്ട അവസ്ഥ വരുന്നുണ്ട്. നമ്മള് ഇതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ഈ ഡേറ്റുകളും കാര്യങ്ങളും ഇപ്പോൾ ഒരു ഏരിയ സംബന്ധിച്ചോളം ഒരു 5 സൈറ്റ് പോയിട്ട് ഒരു ദിവസം ഡേറ്റ് മെഷർമെന്റ് റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയുന്നുള്ള പ്രായോഗികമായിട്ട് ഒരിക്കലും കഴിയില്ലല്ലോ. പക്ഷെ നമ്മളൊരു പ്രശ്നമില്ലാതെ പോവാൻ ഇതൊക്കെ മുന്നോട്ട് പോകും. എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അത് ആദ്യം ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും. എനിക്ക് കുറച്ച് വിജിലൻസ് ടീമിന്റെ കൂടെ പോയി
ഉള്ള ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് നമുക്ക് അവര് തന്നെ തരുന്ന പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഫസ്റ്റ് ഒറ്റ നോട്ടത്തിൽ തന്നെ കിട്ടും. ഇത് തെറ്റാണ്, അയാൾ വീട്ടിലിരുന്ന് ചെയ്തതാണ്, അയാൾ കാണാത്താണെന്ന് കിട്ടും. പക്ഷെ അതെന്താ സാറേ, അത് ഷൈദ് സാറൊക്കെ പറയട്ടെ എന്താണ് അതിന് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നമ്മള് സാർ പ്രഷർ ടെസ്റ്റ് സംബന്ധിച്ചൊരു സംശയമാണ്, ചോദിച്ചോട്ടെ? ഓക്കെ. സാർ, നമ്മൾ 100% പ്രഷർ ടെസ്റ്റ് PVC പൈപ്പ് ആണെങ്കിലും DA പൈപ്പ് ആണെങ്കിലും ആവശ്യമാണോ? ഒന്ന്. രണ്ടാമത്, നമ്മൾ ആസ്ലൈഡ് എഴുതി പോകുമ്പോൾ ഒരു ടെസ്റ്റ് ഗ്യാപ്പ് എഴുതി പോകുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. ഈ പ്രഷർ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെഷർമെന്റ് എടുത്തതെങ്കിൽ ഈ ടെസ്റ്റ് ഗ്യാപ്പിന്റെ ആവശ്യമുണ്ടോ? പ്രഷർ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ഗ്യാപ്പ് നിർബന്ധമാണ്. കാരണം ടെസ്റ്റ് ഗ്യാപ്പ് ടെസ്റ്റ് നമുക്ക് ചെയ്യുന്നത് അതിന്റെ മാക്സിമം റീച്ച് ആണെങ്കിൽ ഒരു 250-300 മീറ്ററിലപ്പുറം നമുക്ക് റീച്ച് ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. ടെസ്റ്റിംഗ് നമ്മൾ കോഡിൽ പറയുന്നുണ്ട് 250-300 മീറ്ററുമാണ് ഏത് പൈപ്പായാലും റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ടെസ്റ്റ് റീച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു റീച്ച് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഒരു റീച്ചിന് നമുക്ക് ഒരു ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും. അപ്പൊ ടെസ്റ്റ് ആൻസർ എഴുതുമ്പോൾ ടെസ്റ്റ് ഗ്യാപ്പ് നിർബന്ധമാണ്. പിന്നെ പറഞ്ഞ പോലെ 100% PVCക്ക് വേണോ എന്ന് ചോദ്യം, അത് നമ്മൾ അതോറിറ്റി തലത്തിൽ തന്നെ ചിന്തിക്കേണ്ട. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ല. ഈ പ്രഷർ ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പൈപ്പ് മെറ്റീരിയൽ ക്വാളിറ്റി അല്ല, മറിച്ച് വർക്ക്മാൻഷിപ്പ് ക്വാളിറ്റിയാണ്. വർക്ക്മാൻഷിപ്പാണ് പ്രഷർ ടെസ്റ്റിലൂടെ നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. അപ്പൊ അത് ഒരു AE സംബന്ധിച്ചോളം അല്ലെങ്കിൽ AXE സംബന്ധിച്ചോളം ഒരു കോൺട്രാക്ടർ മനസ്സിലാക്കുകയും ആ കോൺട്രാക്ടർ ഒരു റീച്ച് 1, 2, 3 റീച്ച് ടിപ്പിക്കലായിട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സാറ്റിസ്ഫാക്ടറി ആണ് എങ്കിൽ ബാക്കി മുഴുവൻ അഡ്മിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ആ ഓഫീസർക്ക് അതിന് ഡിസ്കഷൻ ചെയ്യാവുന്നതാണ്. പക്ഷെ അത് നമ്മൾ അതോറിറ്റിയിൽ അങ്ങനെ റൂളോ കാര്യങ്ങളോ പറയുന്നില്ല. അതങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം. അങ്ങനെ PVC സംബന്ധിച്ചോളം ഒരിക്കലും തന്നെ 100% ടെസ്റ്റിംഗ് പ്രായോഗികമല്ല. കാരണം ഇപ്പോൾ 10, 40, 50 കിലോമീറ്റർ ഒക്കെ തന്നെ ഒരൊറ്റ കോൺട്രാക്ടർ ചെയ്യേണ്ടി വരുന്ന കേസിൽ ഇങ്ങനെ 10-300 മീറ്റർ വെച്ചിട്ടോ റീച്ചിട്ട് ടെസ്റ്റിന്റെ ഒരിക്കലും പ്രായോഗികമല്ല. അപ്പം നമുക്ക് നമ്മളെ ടെക്നിക്കലി ഒരു പ്രഷർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്ക്മാൻഷിപ്പ് വെരിഫൈ ചെയ്യുന്നതിനാണ്. അപ്പൊ അതൊരു 1, 2, 3 റീച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ വർക്ക്മാൻഷിപ്പിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെയ്യാവുന്നേ. അത് ഹയർ തലത്തിൽ എടുക്കേണ്ട ഡിസിഷനാണ്. പിന്നെ ടെസ്റ്റ് ഗ്യാപ്പ് എന്താ വേറെ ചോദ്യം ചോദിച്ചെന്താണ്, ടെസ്റ്റ് ഗ്യാപ്പ് വേണോ എന്നുള്ളോ അല്ലേ? അതെ സാറേ, DA പൈപ്പിൽ പ്രഷർ ടെസ്റ്റ് ഗ്യാപ്പ് നമ്മൾ എഴുതാറുണ്ട്. അതുപോലെ ഇപ്പൊ PVC പൈപ്പിലും ഈ ടെസ്റ്റ് ഗ്യാപ്പ് വേണമെന്നാണ് സാർ പറയുന്നത്. അത് ടെസ്റ്റ് ഏത് പൈപ്പിലായാലും ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് ഗ്യാപ്പ് ഉണ്ടാവും. ടെസ്റ്റ് ഗ്യാപ്പ് ഇല്ലാതെ ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. നമ്മളൊരു 200-300 റീച്ച് വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ 2 സൈഡിലും അതിന്റെ വുഡൻ ഡമ്മിങ് കാര്യങ്ങളും വെച്ചിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റീച്ച് ചെയ്യണമെങ്കിൽ മിനിമം 1 മീറ്ററിന്റെ ഈ ഡമ്മി ഫിക്സ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പെങ്കിലും അവിടെ വേണ്ടേ? ഈ നിലവിലുള്ള റീച്ചിനോട് കണക്ട് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ആക്ച്വലി ചോദിക്കാൻ കാരണം ഇപ്പൊ നിലവിൽ ഇപ്പൊ ഒരു ഓഗ്മെന്റേഷൻ ആണ് സ്കീം. നമ്മൾക്ക് ഒരു വാൾവ് തുറന്നാൽ വെള്ളം എത്തും, പക്ഷെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്ക് ആ ലൈൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ മാത്രം മതിയാവും. അങ്ങനെയുള്ള കേസൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ പ്രഷർ ടെസ്റ്റ് വേണോ വേണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു കാരണം സാർ. DA ആണെങ്കിലും PVC ആണെങ്കിലും. അല്ല, അത് വാൽവ് തുറന്നാൽ വെള്ളം എത്തും എന്നുള്ളതും പ്രഷർ ടെസ്റ്റ് നമ്മൾ രണ്ടാണ്. പ്രഷർ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഫീൽഡ് ടെസ്റ്റ് പ്രഷറിന്റെ 2/3 ടൈംസ് എങ്കിലും 2 ടൈംസ് എങ്കിലും മിനിമം ചെയ്യണം ഫീൽഡ് പ്രഷർ ടെസ്റ്റിന്റെ. പിന്നെ വാൽവ് തുറന്നാൽ വെള്ളം വരുന്നു പറഞ്ഞാൽ ഫീൽഡ് ടെസ്റ്റ് പ്രഷറിലല്ലേ വരുന്നുള്ളൂ. അപ്പൊ അതും അങ്ങനെ വരുമ്പോൾ അവൻ ജോയിന്റിൽ എത്രത്തോളം ലീക്ക് ഉണ്ട്, ജോയിന്റ് വീക്ക് ആണെന്നുള്ളതൊന്നും വാൽവ് തുറന്നാൽ അറിയില്ല. അത് പ്രഷർ ടെസ്റ്റ് ചെയ്ത് അതിനെ അറിയുള്ളൂ. അപ്പൊ PVCക്ക് ടെസ്റ്റ് ചെയ്യണം നിർബന്ധമാണ്. അത് എൻ്റെയർ ലെങ്ത് ടെസ്റ്റ് ചെയ്യണോ എന്നുള്ളത് ഇപ്പോൾ ഈ ക്ലാസ്സിലൂടെ എനിക്ക് പറയാൻ കഴിയില്ല. അത് സാർ ഇപ്പോൾ ഷൈജ് സാർ പോലത്തെ സീനിയർ എഞ്ചിനീയേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ തന്നെ ഡിസിഷൻ എടുക്കുകയും അതോറിറ്റി തലത്തിൽ തീരുമാനമെടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. സാർ ഒന്ന് പറയൂ അതിനൊരു കമന്റ് സാറേ. ഷൈജ് സാർ. സാർ ഒരു മിനിറ്റ്, ഈ ലെവൽ എടുക്കുന്നത് നിർബന്ധമാണോ നമ്മള് ഇപ്പോ? ഏത് കേസിന് ലെവൽ എടുക്കുന്നത്? റോഡ് റിസ്റ്റോറേഷന്റെ ഭാഗമല്ലേ, അത് നമ്മൾ ലെവൽസ് എടുക്കുന്നത് നിർബന്ധമാണോ? ഇനിഷ്യൽ ലെവൽ ഇതും റോഡ് റെസ്റ്റോറേഷൻ നമ്മൾ എടുക്കുന്നത് ജൽജീവന്റെ വർക്കില്ലേ? അതെ, എനിക്ക് മനസ്സിലായി. അത് റോഡ് റെസ്റ്റോറേഷൻ PWD ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് PWDക്ക് പൈസ അടച്ച് PWD ചെയ്യുന്നുണ്ടോ? അതോടൊപ്പം തന്നെ PWDന്റെ പെർമിഷനോടുകൂടി നമ്മൾ ചെയ്യുന്നു. ഇത് രണ്ടിലും PWD വളരെ കറക്റ്റ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ ലെവൽ എടുക്കണം നമ്മൾ ആഫ്റ്റർ റെസ്റ്റോറേഷൻ കഴിഞ്ഞിട്ട്
പിന്നെ BTM BMLC കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ലെവൽസ് എടുക്കണം എന്നുള്ള PWD വളരെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട് ഈ മലപ്പുറം ജില്ലയിലൊക്കെ. അവിടെ തെക്ക് ഭാഗത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ വളരെ LSTD റോഡാണ് പറയണേ, പഞ്ചായത്ത് റോഡുകളില്. LSTD അങ്ങനെ ഇതുവരെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടില്ല. PWD നിർബന്ധമായിട്ടും ഈ ഇത് ചെയ്യുന്ന വേണമെന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ കോൺട്രാക്ടറെ കൊണ്ട് പിന്നെ ലെവൽസ് ഒക്കെ എടുപ്പിച്ചിട്ട് അതിനെ വേണം അറേഞ്ച് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെയൊക്കെ ചെയ്യുന്നത്. LSTD നമുക്ക് ശരിക്കും റോഡ് അസോസിയേഷൻ തമ്മിൽ ആവശ്യം വരുന്നില്ല. അതൊക്കെ അതായത് ബന്ധപ്പെട്ട എഞ്ചിനീയേഴ്സും ബന്ധപ്പെട്ട LSTD ആളുകളും തമ്മിലുള്ള റിലേഷൻസിനനുസരിച്ചിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ക്യാമറ എന്തോ ഭയങ്കര കഷ്ടമായിരുന്നു. നമ്മള് പണ്ടൊക്കെ ഞങ്ങള് ഏരിമാരൊക്കെ ഡെയിലി ലേബർ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു, ഈ ബെയിലിംഗ് ഔട്ട് വാട്ടർ. അപ്പൊ അത് മസ്റ്റർ റോള്, അപ്പൊ അത് ഈ മെഷർമെന്റിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നത് ഒന്ന് പറയാമോ? ഡെയിലി ലേബർ റിപ്പോർട്ട് അത് ഓവർസിയർമാരാണ് സാധാരണ ചെയ്യാറ്. അത് മെഷർമെന്റ് ബുക്കിലേക്ക് എങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്, അതൊന്ന് പറയാമോ? അതിന് സാറേ അതിൽ കിട്ടി. ഓക്കെ. അതിന്റെ ലോഗ് ബുക്കിലാണ് നമ്മൾ ഈ ഡെയിലി ലേബർ റിപ്പോർട്ടും കാര്യങ്ങളും ലോഗ് ബുക്കിൽ, ഇപ്പൊ പമ്പ് സെറ്റിന്റെ ആണെങ്കിൽ ലോഗ് ബുക്കിലാണല്ലോ എൻട്രി ചെയ്യുന്നത്. ഈ ലോഗ് ബുക്ക് ആക്ച്വലി സെയിം ആസ് ഒരു മെഷർമെന്റ് ബുക്ക് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. പിന്നെ ഈ ബുക്ക് പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒപ്പിട്ട് കൊടുക്കുന്ന ബുക്കാണ്, മനസ്സിലായില്ലേ? അതിലാണ് ഈ ഡെയിലി ലേബർ റിപ്പോർട്ട്, പിന്നെ പമ്പ് സെറ്റിന്റെ ലോഗ് ബുക്ക്, പമ്പ് സെറ്റ് ഒക്കെ തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ ദിവസവും അതിന്റെ അബ്സ്ട്രാക്ട് ഉണ്ടാവുമല്ലോ. ഈ അബ്സ്ട്രാക്ട് നേരിട്ട് പിന്നെ അബ്സ്ട്രാക്ട് ബൈ ദ ക്വാണ്ടിറ്റി ആസ് പെർ അബ്സ്ട്രാക്ട് ഓഫ് പേജ് സോ ആൻഡ് സോ ഓഫ് പിന്നെ ലോഗ് ബുക്കിന് കൃത്യമായിട്ട് പിന്നെ സീരിയൽ നമ്പറും ഇട്ടിട്ട് ഈ എക്സിക്യൂട്ടീവ് റെക്കോർഡ് ചെയ്തിട്ടാണ് തരുന്നത്. രജിസ്റ്ററിൽ എൻട്രി ചെയ്താണ് തരുന്നത്. അപ്പൊ ആ ലോഗ് ബുക്ക് പ്രകാരം ഇന്ന ലോഗ് ബുക്കിൽ ഇന്ന പേജ് നമ്പർ പ്രകാരമുള്ള ഇന്ന പേജിൽ അബ്സ്ട്രാക്ട് എന്ന രീതിയിലേക്ക് നേരിട്ട് MBയിലേക്ക് കയറി വരാൻ മതി. അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് ഈ പിന്നെ ലോഗ് ബുക്ക് അതിന് കൂടെ അറ്റാച്ച് ചെയ്താൽ മതി. MBയിലേക്ക് കാര്യം ഇപ്പൊ പല സ്ഥലത്ത് അത് ഈ ലോഗ് ബുക്ക് കാണാറില്ല, നേരിട്ട് MBയിൽ റെക്കോർഡ്. അത് ശരിയല്ലല്ലോ അങ്ങനെ? അല്ല സാറേ, അത് സപ്പോർട്ടിംഗ് ആയിട്ട് ആ ലോഗ് ബുക്ക് ബില്ലിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അതെന്തായാലും വേണം അല്ലേ? നിർബന്ധമാണ്. ലോഗ് ബുക്ക് എന്നുണ്ടെങ്കിൽ ഈക്വലി ഇമ്പോർട്ടന്റ് ബുക്കാണ് എം ബുക്കിന്റെ അതേപോലെ തന്നെ. സർ PW റോഡ് രജിസ്ട്രേഷൻ ലെവൽ ഫീൽഡ് ബുക്ക് ഒന്നും ഇങ്ങനെ തന്നെയല്ലേ സാറേ ക്യാരി ഓവർ ചെയ്യേണ്ടത്? ലെവൽ ഫീൽഡ് ബുക്ക് അതും ഈ ലോഗ് പോലെ തന്നെയല്ലേ സർ ക്യാരി ഓവർ ചെയ്യേണ്ടത്? നമ്മൾ ക്വാണ്ടിറ്റി ലെവൽ ഫീൽഡ് ബുക്കിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എം ബുക്കിൽ ഫ്രം വൈഡ് റെഫറൻസ് എന്ന ലെവൽ ഫീൽഡ് ബുക്ക് അല്ല. അതായത് പിന്നെ നമ്മൾ 300 MQ കൂടുതലുള്ള ക്വാണ്ടിറ്റി സംബന്ധിച്ച് ആ കേസല്ലേ പറയുന്നത്, അല്ലേ? അതെ. അത് നമ്മൾ ഇനീഷ്യൽ ലെവലും ഫൈനൽ ലെവലും എടുത്തിട്ട് നമ്മൾ ലെവൽ ഷീറ്റിൽ പ്ലോട്ട് ചെയ്ത് അതിന്റെ ഡാറ്റ ലൈൻ വരച്ച് നമ്മൾ റെക്കോർഡ് പിന്നെ ലെവൽസ് ഫിക്സ് ചെയ്ത് അതിന്റെ നമ്മളെ ക്രോസ് ഈക്വൽ ഇന്റർവെൽസിൽ നമ്മൾ അതിന്റെ ക്രോസ് സെക്ഷൻ ഉണ്ടാക്കുമല്ലോ. എന്നിട്ട് അതിന്റെ ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ട്രപ്പിസോയിഡ് സെക്ഷന്റെ ക്വാണ്ടിറ്റി അറിയുമല്ലോ. അപ്പൊ ട്രപ്പിസോയിഡ് സെക്ഷൻ നമ്പർ 1, അപ്പൊ അതിന്റെ സൈസ് എത്രയാണ്, അത് നമ്മൾ ആ ക്വാണ്ടിറ്റി അറിവ് ചെയ്തപ്പോൾ അതിന്റെ സൈസ് എഴുതിയിട്ടുണ്ടാവും. ട്രപ്പിസോയിഡ് നമ്പർ 2 അതിന്റെ സൈസ് എഴുതിയിട്ടുണ്ടാവും, 3 അങ്ങനെ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ആ മെഷർമെന്റ് ആ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ പിന്നെ ട്രപ്പിസോയിഡ് പിന്നെ നമ്പർ 1 അതിന്റെ മെഷർമെന്റ് ഇങ്ങനെ അങ്ങനെ രീതിയിൽ എഴുതണം. അതല്ലാതെ പിന്നെ ആ ക്വാണ്ടിറ്റി ടോട്ടൽ അങ്ങനെ എഴുതാൻ പറ്റില്ല, മെഷർമെന്റ് തന്നെ എഴുതണം. സർ ഈ ട്രപ്പിസോഡിലും ഇതെല്ലാം നമ്മളിപ്പോ എക്സലിൽ ചെയ്തിട്ട് നമ്മളൊരു ടോട്ടൽ അബ്സ്ട്രാക്ട് ഉണ്ടാക്കിയിട്ടാണല്ലോ സർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, എക്സലിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ക്വാണ്ടിറ്റി അറിവ് ചെയ്യുന്നത്? ക്വാണ്ടിറ്റി അറിവ് ചെയ്യാൻ നമുക്കൊരു മെത്തേഡ് ഇല്ലേ? ആ മെത്തേഡ് എന്നെങ്ങനെയാണോ നിങ്ങൾ ആ ക്വാണ്ടിറ്റി അറിവ് ചെയ്തത് ആ ക്വാണ്ടിറ്റി നേരിട്ട് ഇതിലേക്ക് കൊണ്ടുവരണം, മെഷർമെന്റിലേക്ക്. ഒരു കാര്യം പറഞ്ഞോട്ടെ അതിനിടയ്ക്ക്. അതായത് ഇപ്പൊ ചോദിച്ച ഫീൽഡ് ലെവൽ ബുക്കിന്റെ ഒരു സംശയം ചോദിച്ചായിരുന്നല്ലോ. അതെ സാർ, ഏതാണെങ്കിലും നമുക്ക് ക്വാണ്ടിറ്റി എൻട്രി ചെയ്യാനായിട്ട് ഇപ്പൊ ചോദിച്ച ഡൗട്ട്, നമുക്ക് ഓതറൈസ്ഡ് ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻസിന്റെ CT ഉണ്ടല്ലോ സാർ, ചീഫ് ടെക്നിക്കൽ എക്സാമിനർ. അവര് ജിയോ വെച്ചിട്ട് എല്ലാ വർഷവും അവൺമെന്റ് ഇറക്കുന്നുണ്ട്. നമ്മുടെ ഫിനാൻസിന്റെ സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാല്
ഇതിനകത്തുള്ള സ്റ്റാൻഡേർഡ് ഫോംസ് അവൈലബിൾ ആണ്. അതാണ് നമുക്കും ഫോളോ ചെയ്യാൻ എളുപ്പം. അതിനെപ്പറ്റി എനിക്ക് അറിയില്ല അത് എന്താന്നുള്ളത്. ഫിനാൻസിന്റെ സൈറ്റിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ പറഞ്ഞാൽ മതിയാവും. ഓക്കെ 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 നോക്കാം ഓക്കെ. എനിക്ക് അതിനെ പറ്റി വ്യക്തമായിട്ട് അറിയില്ല. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ശ്രമിക്കുന്നുണ്ടല്ലേ സാർ? നേരത്തെ പറഞ്ഞല്ലോ എംബുക്കിലെ ഒരു ചെറിയ ഡൗട്ട് ചോദിച്ചോട്ടെ? ഓക്കെ സാർ, നമ്മളെ എംബുക്കിനകത്ത് ഒരു എഗ്രിമെന്റ് നമ്പർ ഉണ്ടല്ലോ ടോപ്പിൽ നമ്മൾ എഴുതുന്ന. അതെ. അപ്പൊ അതിൽ സാധാരണ രീതിയിൽ നമ്മൾ വർക്ക് ഓർഡർ ആണ് കോട്ട് ചെയ്യാറുള്ളത്. ശരിക്ക് ഒരു എഗ്രിമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കൺസേൺഡ് കോൺട്രാക്ടറുമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന എഗ്രിമെന്റ് ആണ്. അവിടെ നമ്മൾ വിത്തിൻ ബ്രാക്കറ്റോ അല്ലെങ്കിൽ ആസ് പെർ വർക്ക് ഓർഡർ നമ്പർ ഇത്ര, ഡേറ്റഡ് ഇത്ര എന്ന് പറഞ്ഞും കൂടി നമ്മൾ ആഡ് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോ സാർ ഒരു ടെൻഡേർഡ് വർക്ക് അല്ലാതെ ഒരു കൊട്ടേഷൻ വർക്ക് ആണെങ്കിലും നമ്മൾ എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതല്ലേ ശരിക്കും? അത് ആക്ച്വലി ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്ക് ഏതൊരു വർക്കും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു ഓതറൈസ്ഡ് ഒരു പ്രൊസീജിയർ ഇല്ലേ? നമുക്ക് ഒരു കൊട്ടേഷൻ വിളിച്ചു എന്നുള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എങ്ങനെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു വർക്ക് ആരാണ് ചെയ്യുന്നത്, കൊട്ടേഷൻ ആണെങ്കിലും ഒരു തേർഡ് പേഴ്സൺ ആണ് വർക്ക് ചെയ്യുന്നത്. ആ തേർഡ് പേഴ്സണെ വർക്ക് എൻട്രസ്റ്റ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എൻ റിട്ടൺ കോൺട്രാക്ട് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ അല്ലേ? ആ കോൺട്രാക്ട് എന്താണ് അത് നമ്മൾ എഴുതണം. പക്ഷേ സാർ പറഞ്ഞ പോലെ പിന്നെ കൊട്ടേഷനിൽ അഗ്രിമെന്റ് ഒന്നും വെക്കാതെ ഒരു വർക്ക് ഓർഡർ കൊടുത്തിട്ട് മാത്രം എഴുതണമെങ്കിൽ അറ്റ്ലീസ്റ്റ് വർക്ക് ഓർഡറെങ്കിൽ എഴുതുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മുടെ പല ഓഫീസിലും അങ്ങനെ എഗ്രിമെന്റ് വേണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുമ്പോ അതിന് മറുപടി വരുന്നതെന്ന് പറഞ്ഞാൽ 15,000 എബോവ് ആണെങ്കിൽ മതി. അങ്ങനെ ഒരു ക്രൈറ്റീരിയ നമ്മുടെ ഒരു ഓർഡറിലും കണ്ടിട്ടില്ലല്ലോ. അത് ശരി. അങ്ങനത്തെ കേസുകളിലാണെന്നുണ്ടെങ്കിൽ വർക്ക് ഓർഡർ മതി എന്നുള്ള അല്ലെ, കൊട്ടേഷൻ മതി എന്നുള്ളത്. 15,000 എന്ന് പറയുന്ന സാർ AIC ലിമിറ്റിലുള്ള ഒരു എമൗണ്ട് മാത്രമല്ലേ ആവുന്നുള്ളൂ. അവിടെ എഗ്രിമെന്റ് വേണോ വേണ്ടെന്നൊന്നും നമ്മുടെ ഒരു മാനുവലിലും ഒരിടത്തും പറയുന്നില്ലല്ലോ. അല്ല, നമ്മള് നേരത്തെ ശരിക്കും 5,000 എബോവുള്ള ഏത് വർക്കിനും എഗ്രിമെന്റ് വേണമെന്നുള്ള വളരെ കൃത്യമായിട്ട് ഡയറക്ഷൻ ഉണ്ടല്ലോ നമുക്ക്. പക്ഷെ അമെന്റ്മെന്റ് വന്നിട്ടുണ്ടോ സാർ എവിടെയെങ്കിലും? ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സാർ, ആരെങ്കിലും വന്നൊന്നുമില്ല. എന്റെ അറിവില് 5,000 മുകളിൽ വരുന്ന ഏത് വർക്കിനും പിന്നെ എഗ്രിമെന്റ് വെച്ചിട്ട് മാത്രമേ പേയ്മെന്റ് നടത്താവൂ എന്നുള്ള ഇതിലാണ് നിലവിലുള്ള ഒരു റൂള്. അതെന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആർക്കെങ്കിലും തെറ്റായിട്ട് ആണ് തോന്നുന്നത് പറയുകയാണെങ്കിൽ പറയാം. എനിക്കിത് അത് സാറ് പറയുന്ന 5,000 ലിമിറ്റ് എന്താന്ന് വെച്ചാൽ സാറ് 5,000 എന്ന് പറയുന്നതാണ് നമ്മുടെ AEമാരുടെ ഇൻട്രസ്റ്റ് എമൗണ്ടിന്റെ ലിമിറ്റ്. അതെ. അപ്പൊ 5,000 മുകളിലുള്ള എന്ത് വർക്കാണെങ്കിലും ഇൻട്രസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. അതിന് പുറമേ ഉള്ള വർക്ക് എന്നുള്ള അസംഷനിലാണ് എഗ്രിമെന്റ് വേണമെന്ന് പണ്ട് പറഞ്ഞിട്ടുള്ളത്. അതെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിയാണോ എന്നില്ല. അപ്പൊ ഇതെല്ലാം എന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ്. അല്ല, എനിക്കതിനെ പറ്റി എന്തായാലും എന്താ അറിയോ, നമുക്ക് ഞാൻ പറഞ്ഞത് വെച്ചാൽ എന്റെ പോയിന്റ് ഇതാണ്. നമ്മളൊരു മെഷർമെന്റിൽ ഒരു MBയിൽ കാണുമ്പോൾ ഒരു വർക്കിനെ സംബന്ധിച്ചോളം കാണുമ്പോൾ അതിന് ക്ലിയർ ആയിരിക്കണം എന്താണ് ആ വർക്ക്, ആരാണ് വർക്ക്, എന്തിനാ വേണ്ടിയിട്ടാണ്, എത്രയാണ് എമൗണ്ട്, കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ പലപ്പോഴും പല MBകൾ പഴയ എടുത്ത് നോക്കും. ജസ്റ്റ് വെറുതെ പേര് പോലും ഉണ്ടാവില്ല, ഡേറ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, എവിടെയാണല്ലോ ഒക്കെ. അത് ഒന്ന് അല്ലേ, ശരിയല്ലേ? അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ക്ലിയർ ആയിരിക്കണം പരമാവധി. അതിനെന്തെങ്കിലും ഇപ്പൊ വർക്ക് ഓർഡർ ഇനി ഒന്നുമല്ലെങ്കിൽ വർക്ക് സ്പോട്ട് ഓർഡർ ബുക്കിൽ ഇപ്പോൾ AEO ഹയർ ഓഫീസറോ ആരെങ്കിലും ഓർഡറിൽ ഇട്ട് ആ ഓർഡർ പ്രകാരമാണ് പർട്ടിക്കുലർ വർക്ക് ചെയ്യണമെങ്കിൽ ആ ഓർഡറെങ്കിലും സ്പെസിഫൈ ചെയ്യണം. വർക്ക് സ്പോട്ട് ഓർഡറിൽ സ്പോട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ഓർഡർ ഇടുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു അതിനെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഓർഡർ അതിൽ വേണം, അതിൽ നമ്പർ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ. നമ്മുടെ സെഷനുകൾ നമുക്ക് സമയം ഒന്ന് പാലിക്കണം. നമുക്ക് 8 മുതൽ 8:45 വരെയാണ് നമ്മൾ സമയം പറഞ്ഞിരുന്നത്. ഇപ്പൊ ഏതാണ്ട് 9 മണിയായി. ഇനിയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ട്രെയിനിങ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ പോസ്റ്റ് ചെയ്യാം. സുന്ദർ സാർ അതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ അത് മറുപടി നൽകും. അതല്ലെങ്കിൽ സാറിന്റെ നമ്പർ ഇവിടെ അനൗൺസ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്തിടാം. അല്ല, എന്റെ നമ്പർ അതിനകത്ത് നമ്മളെന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്.
ഞാൻ പറഞ്ഞിട്ടുണ്ട് 9446 മാത്രമല്ല ആർക്ക് വേണമെങ്കിലും നമ്പറിൽ എപ്പോഴും വിളിക്കാം, നമുക്ക് ഈ ഗ്രൂപ്പിൽ കൂടെ ചർച്ച ചെയ്യാം. കാരണം എനിക്കറിയാം ഇത് വളരെ കുറച്ചും കൂടെ എലാബറേറ്റഡ് സംസാരിക്കേണ്ട സബ്ജക്റ്റ് ആണ്. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പോയതാണ്. ഇനിയും കുറെ കാര്യങ്ങൾ പറയാറുണ്ട്, അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കത് സെഷൻ നമുക്ക് കൃത്യസമയത്ത് നമുക്ക് തീർക്കാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഇനിയും ഇതുപോലുള്ള ഈ സെഷൻ ബേസ് ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ പതുക്കെ പതുക്കെ നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ സെഷൻ നടത്തും, നോളജ് ഷെയറിംഗ് സെഷൻസ്. അപ്പോൾ ഇത് ഒരു ഫണ്ടമെന്റൽ കാര്യമാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലാക്കണം. സാറിന്റെ സെഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ കോപ്പി നമ്മുടെ ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യാം. മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. നമ്മുടെ പ്രധാനപ്പെട്ട ആരെങ്കിലും ഒരാൾ അതിന്റെ ഫീഡ്ബാക്ക് കൂടെ തരണം. ഒരു 2 മിനിറ്റ് ഫീഡ്ബാക്ക് നമുക്ക് 9:15 ഇത് ക്ലോസ് ചെയ്യണം. അപ്പൊ ആരെങ്കിലും ഒരാൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് അത് വളരെ സന്തോഷകരമായ കാര്യമായിരിക്കും. അതുപോലെ നമുക്കും ഇത് സംഘടിപ്പിക്കുമ്പോൾ ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ഒരുക്കങ്ങളും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഫീഡ്ബാക്ക് തരണമെന്ന് പറഞ്ഞു. ആരെങ്കിലും ഒരു വോളണ്ടിയർ ആയിട്ട് പറഞ്ഞാൽ മതി. ശ്യാംലാലിനെ പറഞ്ഞു. ശ്യാംലാൽ ഇന്ററാക്ട് ചെയ്ത ആൾക്കാരെ സാർ, ഞാൻ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെക്ഷൻ ആയിരുന്നു. ഞാനിപ്പോ വാട്ടർ തോട്ടിൽ വന്നിട്ട് 6-7 വർഷമായിട്ടും വളരെ പുതിയ ഇൻഫർമേഷൻസ് എനിക്ക് സത്യം പറഞ്ഞ ഈ സെക്ഷനിൽ നിന്ന് കിട്ടി. ഇത്രയും കാലം നമ്മുടെ ഫീൽഡ് എക്സ്പീരിയൻസിനേക്കാളും ഇങ്ങനൊരു പ്രാക്ടിക്കലി ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ നമുക്കത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാന്നുള്ളത് നല്ലൊരു ഇതാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിച്ചത്. എസ്പെഷ്യലി സാറുടെ പോയിന്റ് ടു കീ അറ്റ് എ ഗ്ലാൻസ്, അതുപോലെ ഡയറക്റ്റ് പോയിന്റ് വൈസ് ഉള്ള ആ ഒരു പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. സോ ഇത് സംഘടിപ്പിച്ച നമ്മുടെ ജോയ് സാർക്കും അതുപോലെ അക്കുവലെ എല്ലാ ആളുകൾക്കും സാർക്കും വളരെ നന്ദി അർപ്പിക്കുന്നു സാർ. താങ്ക് യു.